സമാപന ആശീർവാദം കഴിഞ്ഞപ്പോൾ ഇവിടെ ഇരിക്കുന്ന എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയും നേരം ഞാൻ അനുഭവിച്ചിരുന്ന ആ വേദനയുടെ അവസ്ഥാവിശേഷം പതിയെ വിട്ടുമാറാനായിട്ട് തുടങ്ങി. തുടർന്ന് 3 മണിക്കും വൈകുന്നേരത്തെ ആ ശുശ്രൂഷയുടെ സമയത്തൊന്നും ആ പ്രതിസന്ധി ഉണ്ടായില്ല. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞാൻ തിരുവനന്തപുരത്ത് ചെന്ന് അതേ ഹോസ്പിറ്റലിൽ ഈ സർജറിക്ക് വേണ്ടിയിട്ട് ഡോക്ടറിനെ വീണ്ടും കാണാനായിട്ട് ചെന്നു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞൊരു പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കുചേർന്ന സമയത്ത് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അയാൾ പരിഹാസത്തോടുകൂടെ എന്നെ നോക്കിക്കൊണ്ടൊരു കാര്യം പറഞ്ഞു. എൻ്റെ ഫാദറെ, നിങ്ങൾക്കുള്ളൊരു കുഴപ്പം ഇതാണ്, ഈ പ്രാർത്ഥിക്കുമ്പോൾ മനോവിഭ്രാന്തി ഉണ്ടാകും. എന്താ മനോവിഭ്രാന്തി? ഒരുതരം ഭ്രാന്ത് പോലെ നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ രോഗം മാറി, അസ്വസ്ഥത മാറി. ചിലരത് മൈക്കിൽ കൂടിയൊക്കെ വിളിച്ചു പറയും. ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ടല്ലേ ഉള്ളൂ ഞങ്ങൾ ഡയഗ്നോസ് ചെയ്തിട്ട് ഇത്രയും മാരകമായൊരു അവസ്ഥാവിശേഷം. അച്ഛൻ നിർബന്ധം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറഞ്ഞു വിടുന്നത്. എങ്കിലും എനിക്ക് അത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എൻ്റെ ഒരു വിശ്വാസത്തിന് വേണ്ടി ഒരിക്കൽ കൂടെ സ്കാൻ ചെയ്യൂ. അയാളെന്നെ രൂക്ഷമായിട്ട് നോക്കിയ ഡോക്ടർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സർജറിക്ക് മുമ്പ് ദിവസം മാറ്റിവെച്ച് ഒന്നുകൂടെ സ്കാൻ ചെയ്തു. സ്കാനിങ് റിപ്പോർട്ടായിട്ട് എൻ്റെ മുമ്പിലേക്ക് വന്ന ഡോക്ടർ ഒരക്ഷരം മിണ്ടുന്നില്ല. ആ ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്: അത്ഭുതം തോന്നുന്നു, മുമ്പുണ്ടായിരുന്നൊരു അവസ്ഥാവിശേഷമല്ല, ഈ വയറിനകത്തുണ്ടായിരുന്ന ഇങ്ങനെ ബൾജ് ചെയ്തുകൊണ്ടിരുന്ന ആ മുഴ പോലെയുള്ള അവസ്ഥാവിശേഷം മാറിപ്പോയിരിക്കുന്നു. ചേർന്ന് പറയാവോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നിട്ട് അയാൾ വിശ്വാസത്തോട് പറഞ്ഞു, ഫാദറെ, ഞാൻ സമ്മതിച്ചു, അച്ഛന് ഇനി സർജറിയുടെ ആവശ്യമില്ല. ഞാൻ മറ്റുള്ള വ്യക്തികളുടെ സൗഖ്യത്തെക്കുറിച്ചല്ല, ഈ അൾത്താരയിൽ നിന്ന്, ഇവിടെ നിന്ന്, ഈ ദേവാലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്ന അത്ഭുതകരമായ സൗഖ്യത്തെക്കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത്. ഞാനിങ്ങനെ ഒരു ധ്യാന ശുശ്രൂഷ കഴിഞ്ഞ് ഏകദേശം ഒരു 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ പാറശാല എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതിനടുത്തൊരു കുഗ്രാമത്തിൽ ഒരു ധ്യാന ശുശ്രൂഷയ്ക്കായിട്ട് പോയി. 3 ദിവസത്തെ ശുശ്രൂഷയാണ്. അപ്പം എൻ്റെ കൂടെ പാടാനായിട്ട് 2 പിള്ളേർ വരുന്നുണ്ട്. ആശ്രമത്തിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യത കുറവായതുകൊണ്ട് ഇവിടുത്തെ വികാരിച്ചൻ എനിക്ക് വേണ്ടിയിട്ടൊരു വീട് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ 3 ദിവസം കൂടെ താമസിച്ചോ, പള്ളിമേടെ സ്ഥലവുമില്ല. അങ്ങനെ ആ വീട്ടിൽ താമസിക്കാനായിട്ട് ആദ്യ ദിവസം ശുശ്രൂഷ കഴിഞ്ഞ് ഒരു 9:30 മണിയായപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി. 2 നില വീടാ, വലിയ വീട്. ഒരു റബ്ബർ തോട്ടത്തിന്റെ നടുവിലാണ് ഈ വീടിരിക്കുന്നത്. അപ്പോൾ പള്ളിയിൽ അവിടുത്തെ സെക്രട്ടറി എന്നോടൊരു കാര്യം പറഞ്ഞു, അച്ചോ, ഇത് ഏകദേശം 2 കൊല്ലമായിട്ട് പൂട്ടിയിട്ടിരിക്കുക. ഇപ്പം അച്ഛന് വേണ്ടിയിട്ട് ഇത് റെഡിയാക്കി വെച്ചതാണ്. ഞാൻ വീട് നോക്കി, നല്ല വീടാണല്ലോ. എൻ്റെ ഗതികേടിന് ഞാൻ വെറുതെ അവരോട് ചോദ്യം ചോദിച്ചു, എന്തിനാ ഈ വീട് പൂട്ടിയിട്ടത്? ഇപ്പൊ ചേട്ടൻ പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ട് അതിന്റെ സംഭവം എന്നോട് പറഞ്ഞു. അച്ചോ, ഈ വീട്ടില് ഭാര്യയും ഭർത്താവും ഒരു മോളും ഉണ്ടായിരുന്നത്. അവളൊരു പ്രേമ നൈരാശ്യത്തിന്റെ പേരിൽ ഈ വീട്ടില് തൂങ്ങി മരിച്ചു. അതിനുശേഷം വലിയൊരു പേടിയാണ്, അതുകൊണ്ട് ഈ വീട് പൂട്ടിയിട്ടിരിക്കുക. ഇത് വാടകയ്ക്ക് പോലും ആരും മേടിക്കുന്നില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നാ പറയണത്. ഞാൻ പറഞ്ഞു, നമ്മുടെ അഹങ്കാരം വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. ഒരു കുഴപ്പമില്ല, എനിക്കൊരു പേടിയില്ല, ഞാൻ ധൈര്യമായിട്ട് ഇതിൻ്റെ അകത്തേക്ക് കടന്നേക്കാം. എന്നാ പ്രിയപ്പെട്ടവരെ, അവർ പോയി ഒരു 10 മണിയായി. കുഴപ്പമൊന്നുമില്ല. ഞാൻ ആ വീട്ടിലൊക്കെ നോക്കി. ബെഡ്റൂമിൽ കയറി സ്വസ്ഥമായിട്ട് സാധാരണ ചെയ്യാറുള്ളത് പോലെ ഉറങ്ങുന്നതിന് മുമ്പ് കൊന്തയെല്ലി ഞാനിങ്ങോട്ട് ഉറങ്ങിപ്പോയി. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞ് എനിക്ക് തോന്നുന്ന 1 മണിയായപ്പോൾ ഞാൻ കണ്ണു തുറന്നപ്പോൾ കാണുന്ന കാഴ്ച, ആ പള്ളിയുടെ സെക്രട്ടറി പറഞ്ഞതുപോലെ പ്രശ്നം ആ വീട്ടിലുണ്ട്. ഞാൻ കിടക്കുന്ന മുറിയിൽ ഞാൻ മാത്രമല്ല, അതോടൊപ്പം ആ മുറിയിൽ വേറൊരാളും കൂടെ നിൽക്കുകയാണ്. ആ വീട്ടിൽ തൂങ്ങി മരിച്ച പെങ്കൊച്ചിങ്ങനെ തൂങ്ങി കിടന്നിങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. വലിയ റബ്ബർ തോട്ടമാണ്, 3.5 ഏക്കറുള്ള വലിയ റബ്ബർ തോട്ടം. അതിന്റെ നടുവിൽ ഈ വീട്. ഞാൻ എങ്ങനെ അലറി വിളിച്ചാലും ശബ്ദം പോലും പുറത്തേക്ക് വരികയില്ല. എന്ത് ചെയ്താലും ശബ്ദം പോലും പുറത്തേക്ക് വരികയില്ല. ഇതുപോലെ കൊന്തയില്ല ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കണ്ണടച്ച് കണ്ണ് തുറക്കുമ്പോൾ ഞാൻ കാണുന്നത് ഈ പെങ്കൊച്ച് ഇങ്ങനെ ഈ നൈറ്റി ഇട്ടിട്ടാണ് ഇരിക്കുന്നത്, ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, കൊന്തയല്ലി തളർന്നുറങ്ങും, വീണ്ടും കണ്ണു തുറക്കും. രാവിലെ 4 മണിയായപ്പോൾ ഞാൻ വീണ്ടും കണ്ണു തുറന്നു. നേരം വെളുത്തിട്ടില്ല. ദിവസത്തിന്റെ ദൈർഘ്യം കൂടുതലാണെന്ന് അന്നാ എനിക്ക് മനസ്സിലായത്. 4 മണിയായപ്പോൾ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ചേച്ചി കൂടെ അവിടെ തന്നെയുണ്ട്, എൻ്റെ മുറിയിൽ തന്നെയുണ്ട്. ഒരു 6 മണിയായപ്പോൾ തളർന്നുറങ്ങി. 6 മണിയായപ്പോൾ വെട്ടമൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ണ് പതുക്കെ ഞാൻ തുറന്നു നോക്കി, ആ സഹോദരി അവിടെ ഉണ്ടോ എന്ന്. കണ്ണ് തുറന്നു നോക്കിയപ്പോൾ പ്രസ്തുത സഹോദരി അവിടെ തന്നെയുണ്ട്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, വെട്ടം ആ മുറിയിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഞാൻ ആ സഹോദരിയെ കൃത്യമായിട്ട് കണ്ടു, ആ വീട്ടിൽ മരിച്ച പെങ്കൊച്ചിന്. എന്താണെന്നറിയാവോ? തലേ ദിവസം ഞാൻ കിടന്നുറങ്ങിയ സമയത്ത് ഈ ലോഹ ഒരു ഹാങ്ങറെ തൂക്കിയിട്ട് ജനലുടെ സമീപത്തിട്ടുണ്ടായിരുന്നു.
ഫാൻ 5-ലിട്ടത് കൊണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുകയാണ്. കൈയെടുത്തുയർത്തിയ ചെകുത്താൻ വടക്കോട്ടും തെക്കോട്ടും ഓടുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ഇതുപോലെ ചെകുത്താനെ പിടിക്കുമെന്ന്, ഇതുപോലെ വലിയ പ്രശസ്തിയും പേരും ഉണ്ടായിരുന്ന ഞാൻ ഇതുപോലെ മനസ്സിന്റെ ഒരു ചെറിയൊരു വിഭ്രമത്തിന്റെ പേരിൽ എന്തുമാത്രം ഭയപ്പെട്ടു എന്ന് അന്നും മനസ്സിലാക്കിയെടുത്തു. ഒരു കാര്യം ഓർക്ക്, ഈ ഭയം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. റോമാലേഖനം 9:16 എന്താ വചനം പറയണത്? വചനം പറയണത് ഇങ്ങനെയാണ്: മനുഷ്യന്റെ പ്രയത്നമോ അവന്റെ അധ്വാനമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. ഇപ്പൊ നിങ്ങളുടെ മുമ്പിലിരുന്ന് ഘോരാഘോരം ഞാൻ പ്രസംഗിക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾ അതിരുന്ന് കേൾക്കുന്നുണ്ട്. ഞാനിങ്ങനെ പ്രസംഗിക്കുന്ന സമയത്ത് നിങ്ങളത് കേൾക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രത്യേകതയുണ്ടാ? നമുക്ക് രണ്ടുപേർക്കും ജീവനുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ പറയാനായിട്ട് സാധിക്കുന്നത്? അതിൻ്റെ ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ, എൻ്റെ മുഷ്ടിയുടെ അത്രമാത്രം വലിപ്പമുള്ളൊരു ഹൃദയം എൻ്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ മിടിക്കുന്നത് കൊണ്ടാണ്. ഇപ്പം നിങ്ങൾ എന്നെ സ്നേഹപൂർവ്വം ഫാദർ ജോസ് തോമസ് എന്നോ ജോസച്ച എന്നൊക്കെ സ്നേഹപൂർവ്വം വിളിക്കുമായിരിക്കും. ഈ ഹൃദയം ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് ഒന്ന് പണിമുടക്കാനുള്ള സ്ഥിതിവിശേഷം എന്തായിരിക്കും? പിന്നെ നിങ്ങൾ എന്നെ എന്ത് വിളിക്കും? എത്ര ഉന്നതനായിരുന്ന വ്യക്തിയായാലും നിങ്ങൾ എന്നെ വിളിക്കുക ഫാദർ ശവോ എന്ന് വിളിക്കുകയുള്ളൂ. കാരണം എന്താ? എത്രയേറെ കരുത്തുണ്ടായിരുന്നാലും പ്രിയപ്പെട്ടവരെ, ജീവൻ നഷ്ടപ്പെട്ടു പോയ പിന്നെ ഒന്നിനും കൊള്ളുകയല്ല. നമ്മൾ എത്ര തവണ ഈ ബൈബിളിൽ വായിച്ചിട്ടുള്ള ഒരു വചനഭാഗമാണ്, പ്രത്യേകമായിട്ട് വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം നൽകി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പത്രമാധ്യമങ്ങളിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നൊരു കാഴ്ച ഇതാണ്. എത്രയോ പേര് മരണം മൂലം അകന്നു പോയിട്ടുണ്ട്. ഈ രോഗാവസ്ഥ കടന്നു വന്ന സമയത്ത് എന്താ സംഭവിച്ചത്? ഈ രോഗാവസ്ഥ കടന്നു വന്ന സമയത്ത് ആരോഗ്യവാന്മാരെന്ന് കരുതിയവര് പോലും പെട്ടെന്ന് നമ്മുടെ കൺമുമ്പിൽ നിന്ന് അപ്രത്യക്ഷമാകാനായിട്ട് ഇടവന്നില്ലേ? എന്നിട്ടും നമ്മൾ എന്തുകൊണ്ട് ജീവിക്കുന്നു? എന്തുകൊണ്ട് നമുക്ക് ചരിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഒരൊറ്റ മറുപടി മാത്രമേ ഉള്ളൂ. അതെന്താണ്? ദൈവത്തിന്റെ കരുണയുള്ളത് കൊണ്ട് മാത്രം. ചേർന്ന് പറയാവോ ഹല്ലേലൂയ? സ്വരവർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ ദൈവത്തിന്റെ കരുണയ്ക്ക് എങ്ങനെയാണ് നമുക്ക് നന്ദി പറയാൻ സാധിക്കുന്നത്? കർത്താവിലേക്ക് അടുക്കാൻ സാധിക്കുന്ന എല്ലാ സാഹചര്യവും നമ്മൾ വിനിയോഗിക്കുക. അത് കൂടുതൽ മാറ്റത്തിന് ഇടവരുത്തും. സങ്കീർത്തന പുസ്തകം അതിൻ്റെ 34:5 ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള വചനഭാഗമായിരിക്കും, എന്നാലും ശ്രദ്ധേറിയ ഒരു വചനമാണ്. ആ വചനത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. എന്താണെന്നറിയാവോ? അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി, അവരാരും ലജ്ജിതരാകാൻ അവിടെ നിന്ന് അനുവദിക്കുകയല്ല. അപ്പം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ നമ്മളിങ്ങനെ വന്നിരുന്നാൽ കർത്താവ് പൂർണ്ണമായിട്ടും നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് ഇടവരുത്തും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരവർത്തി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രതിസന്ധിയെല്ലാം മാറിപ്പോയി ഈ ദേവാലയം അനുഗ്രഹിക്കപ്പെടണം. വ്യക്തിപരമായിട്ട് ഈ ദേവാലയത്തിനോട് ഒരു വലിയൊരു കടപ്പാട് എനിക്കുണ്ട്, വലിയൊരു കടപ്പാട്. കുറേ കാലം ഞാനിവിടെ ശുശ്രൂഷ ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് രോഗശാന്തി ശുശ്രൂഷ ചെയ്യാനായിട്ട് ഈ ദേവാലയത്തിൽ വരുമായിരുന്നു. പിന്നീട് തിരക്കും ഈ സ്ഥലത്ത് നിന്നൊക്കെ മാറിപ്പോയതിന് ശേഷം പിന്നീട് ഈ ദേവാലയമായിട്ടുള്ള ബന്ധം അറ്റുപോയി. പക്ഷേ ഇതിലൂടെ കടന്നു പോകുന്ന സമയത്തെല്ലാം ഈ ദേവാലയത്തിൽ വന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. വ്യക്തിപരമായിട്ടുള്ള ബന്ധം, ഒരു വലിയൊരു രോഗസൗഖ്യം ഈ അൾത്താരയിൽ നിന്ന് രോഗശാന്തി ശുശ്രൂഷ നടത്തിയ സമയത്ത് ലഭിച്ചതിൻ്റെ നന്ദി എപ്പോഴും വിശുദ്ധ യൂദാസ്ലീഹായോട് എൻ്റെ ജീവിതത്തിലുണ്ട്. ഒരു അപകടകരമായൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. ഒരിക്കൽ ഞാൻ തിരുവനന്തപുരത്തായിരിക്കുന്ന സമയത്ത് അന്ന് അവിടെ നിന്ന് ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്യുമായിരുന്നു. ഒരു ദിവസം കലശലായ ഈ വയറുവേദന അനുഭവപ്പെട്ടിട്ട് അവിടെയുള്ള ലോഡ്സ് എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഡോക്ടർമാർ ഇങ്ങനെ ഡയഗ്നോസ് ചെയ്തിട്ട്, സ്കാൻ ചെയ്തിട്ട് പറഞ്ഞൊരു കാര്യം ഇതാണ്: പെട്ടെന്ന് തന്നെ സർജറി വേണം. ഒരു പ്രത്യേക ഒരു അവസ്ഥാവിശേഷമാണ്, ഒരു ഉദരസംബന്ധമായ രോഗാവസ്ഥയാണ്. ഈ സർജറി ഇല്ലാണ്ട് ഒരിക്കലും രോഗത്തിൻ്റെ വിടുതൽ ലഭിക്കുകയില്ല. ഒരു വലിയൊരു അത്യാവശ്യം കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നത് കൊണ്ട് നാട്ടിലേക്ക് വരേണ്ടതായിട്ട് വന്നു. ആ വ്യാഴാഴ്ച തന്നെയായിരുന്നു ഇവിടെ രോഗശാന്തി ശുശ്രൂഷയുടെ ദിവസവും. രാവിലെ 9:30 മണിക്കത്തുള്ള ശുശ്രൂഷയിലും പിന്നീട് 10:45 ആരാധനയിലും വിശുദ്ധ ബലി അർപ്പണത്തിലൊക്കെ പങ്കുചേരുന്ന സമയത്ത് കലശലായ വയറുവേദനയായിട്ടാണ് ഞാൻ ഈ ബലിയർപ്പിക്കുകയും ആരാധനയിൽ പങ്കുചേരുകയൊക്കെ ചെയ്യുന്നത്. ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് സൗഖ്യത്തിന് വേണ്ടിയിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനിടയിൽ കർത്താവിനോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഇതാണ്:
കർത്താവെ, അനേകം പേർക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അനേകം പേരുടെ നിയോഗം സമർപ്പിച്ച് അപേക്ഷിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ദാസൻ്റെ ഈ അവസ്ഥാവിശേഷത്തെ അങ്ങ് ഏറ്റെടുക്കണേ. അങ്ങയുടെ സൗഖ്യത്തിൻ്റെ അനുഭവം എനിക്ക് തരണം. ബോധ്യപ്പെടുന്ന രീതിയിൽ അങ്ങയുടെ സൗഖ്യത്തിൻ്റെ അനുഭവം എനിക്ക് പൂർണ്ണമായിട്ട് നൽകണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ഇന്ന് പോൾസൺ സിമേന്തിയച്ചനാണ് അന്നത്തെ ഇവിടുത്തെ വികാരിയച്ഛൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാവുന്നതുപോലെ സമാപനത്തിൽ ദിവ്യകാരുണ്യത്തിൻ്റെ പ്രദക്ഷിണമുണ്ട്. ഈ പ്രദക്ഷിണത്തിൻ്റെ സമയത്ത് വചനം ഏറ്റുപറഞ്ഞ് വിശ്വാസി സമൂഹത്തെ പ്രാർത്ഥിക്കുന്നതിന് ഇടയിൽ ഓരോ രോഗങ്ങൾ പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാനും എൻ്റെ രോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. സമാപന ആശീർവാദം കഴിഞ്ഞപ്പോൾ ഇവിടെ ഇരിക്കുന്ന എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയും നേരം ഞാൻ അനുഭവിച്ചിരുന്ന ആ വേദനയുടെ അവസ്ഥാവിശേഷം പതിയെ വിട്ടുമാറാനായിട്ട് തുടങ്ങി. തുടർന്ന് 3 മണിക്കും വൈകുന്നേരത്തെ ആ ശുശ്രൂഷയുടെ സമയത്തൊന്നും ആ പ്രതിസന്ധി ഉണ്ടായില്ല. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞാൻ തിരുവനന്തപുരത്ത് ചെന്ന് അതേ ഹോസ്പിറ്റലിൽ ഈ സർജറിക്ക് വേണ്ടിയിട്ട് ഡോക്ടറിനെ വീണ്ടും കാണാനായിട്ട് ചെന്നു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞൊരു പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കുചേർന്ന സമയത്ത് എനിക്ക് വ്യക്തിപരമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അയാൾ പരിഹാസത്തോടു കൂടെ എന്നെ നോക്കിക്കൊണ്ടൊരു കാര്യം പറഞ്ഞു. എൻ്റെ ഫാദറെ, നിങ്ങൾക്കുള്ളൊരു കുഴപ്പം ഇതാണ്, ഈ പ്രാർത്ഥിക്കുമ്പോൾ മനോവിഭ്രാന്തി ഉണ്ടാകും. എന്താ മനോവിഭ്രാന്തി? ഒരുതരം പ്രാന്ത് പോലെ നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ രോഗം മാറി, അസ്വസ്ഥത മാറി. ചിലരത് മൈക്കിൽ കൂടിയൊക്കെ വിളിച്ചു പറയും. ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ടല്ലേ ഉള്ളൂ ഞങ്ങൾ ഡയഗ്നോസ് ചെയ്തിട്ട് ഇത്രയും മാരകമായൊരു അവസ്ഥാവിശേഷം. അച്ഛൻ നിർബന്ധം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറഞ്ഞു വിടുന്നത്. എങ്കിലും എനിക്ക് അത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എൻ്റെ ഒരു വിശ്വാസത്തിന് വേണ്ടി ഒരിക്കൽ കൂടെ സ്കാൻ ചെയ്യൂ. അയാളെന്നെ രൂക്ഷമായിട്ട് നോക്കിയ ഡോക്ടർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സർജറിക്ക് മുമ്പ് ദിവസം മാറ്റിവെച്ച് ഒന്നുകൂടെ സ്കാൻ ചെയ്തു. സ്കാനിങ് റിപ്പോർട്ടായിട്ട് എൻ്റെ മുമ്പിലേക്ക് വന്ന ഡോക്ടർ ഒരക്ഷരം മിണ്ടുന്നില്ല. ആ ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്: അത്ഭുതം തോന്നുന്നു, മുമ്പുണ്ടായിരുന്നൊരു അവസ്ഥാവിശേഷമല്ല, ഈ വയറിനകത്തുണ്ടായിരുന്ന ഇങ്ങനെ ബൾജ് ചെയ്തുകൊണ്ടിരുന്ന ആ മുഴ പോലെയുള്ള അവസ്ഥാവിശേഷം മാറിപ്പോയിരിക്കുന്നു. ചേർന്ന് പറയാവോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നിട്ട് അയാൾ വിശ്വാസത്തോട് പറഞ്ഞു, ഫാദറെ, ഞാൻ സമ്മതിച്ചു. അച്ഛന് ഇനി സർജറിയുടെ ആവശ്യമില്ല. ഞാൻ മറ്റുള്ള വ്യക്തികളുടെ സൗഖ്യത്തെക്കുറിച്ചല്ല, ഈ അൾത്താരയിൽ നിന്ന്, ഇവിടെ നിന്ന്, ഈ ദേവാലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്ന അത്ഭുതകരമായ സൗഖ്യത്തെക്കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം വ്യക്തമായിട്ട് ഓർക്കുക: ദൈവം അത്ഭുതകരമായിട്ട് നമ്മളെ വഴി നടത്തും, അത്ഭുതകരമായിട്ട് അനുഗ്രഹിക്കും, അത്ഭുതകരമായിട്ട് ശക്തിപ്പെടുത്തും. അതാണ് നമ്മൾ നേരത്തെ വചനത്തിൽ വായിച്ചത്: ആത്മാവിൽ അനുതാപവും എളിമയും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറക്കുകയും ചെയ്യുന്ന വ്യക്തി. ആ ഭയം എങ്ങനെ ഉണ്ടാകുന്നത്? ആ ഭയം ദൈവവചനത്തോടുള്ള ആദരവ്, പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരു അനുഭവം ദൈവം നിനക്ക് തരുമെന്നുള്ള വലിയൊരു ഉറപ്പ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരകർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 4-ാമത്തെ അധ്യായം 5-6 തിരുവചനങ്ങൾ നമ്മൾ വായിക്കുന്നില്ലേ? ആദ്യത്തെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കാൻ പോകുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു സംഭവമാണ്. മീൻപിടുത്തക്കാരായ ശമയോനും കൂട്ടുകാരും ഒരുമിച്ച് അങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അവർ വലയിട്ടിട്ട് ഒന്നും കിട്ടുന്നില്ല. രാത്രി മുഴുവൻ വലയിട്ടിട്ട് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ കർത്താവ് വരുന്ന സമയത്ത് കർത്താവിനോട് പറയണത് ഇങ്ങനെയാണ്: രാത്രി മുഴുവൻ അധ്വാനിച്ച് വലയെറിഞ്ഞിട്ടും ഒരു ചെറിയ മീനിനെ പോലും ലഭിച്ചിട്ടില്ല. എപ്പോ കർത്താവ് പറയണു, കർത്താവ് ഒരു സ്ഥലം കാണിച്ചു കൊടുത്ത് അവിടെ വലയെറിയാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അവിടപ്പോ ശിമയോന്റെ മറുപടിയാണ് 5-ാമത്തെ തിരുവചനത്തിൽ: കർത്താവേ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല, പക്ഷേ അങ്ങ് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വലയെറിയാം. എന്താ പറഞ്ഞത്? അങ്ങ് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വലയെറിയാം. എന്നിട്ട് വലയെറിയുമ്പോൾ 6-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ, വല കീറിപ്പോകുമാറ് അത്രമാത്രം സമൃദ്ധി നൽകി ദൈവം അവരെ അനുഗ്രഹിച്ചു. ചേർന്നത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകാത്തത്? ദൈവത്തിന്റെ കുഴപ്പം കൊണ്ടല്ല, കർത്താവ് പറയുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്താൻ സാധിക്കാത്തത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, അതിനുള്ള അനുഭവങ്ങൾ യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധമായിട്ട് നൽകും. ചേർന്ന് പറയാവോ ഹല്ലേലൂയ? സ്വരകർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി,
യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ഉത്കണ്ഠയും എന്ത് ആകുലതയും ഉണ്ടെങ്കിൽ വീണ്ടും 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 ഓർമ്മപ്പെടുത്തി തരികയാണ്. ഈ വചനത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കാനായിട്ട് തയ്യാറാകുക. ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ ഇരിക്കുക. നമുക്ക് ഈ ധ്യാനത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ ഭൗതികമായ മേഖലകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. അതോടൊപ്പം തന്നെ ആത്മീയ മേഖലകൾക്ക് വേണ്ടി കൂടെ നമ്മൾ പ്രാർത്ഥിക്കും. നമ്മുടെ ആത്മീയ മേഖലകളും ക്രമീകരിക്കപ്പെടണം. പ്രാർത്ഥനയിലും ഉണ്ടാകുന്ന മടുപ്പ് മാറണം. വചനം വായിക്കുമ്പോൾ വിശ്വാസം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കാനുള്ളൊരു പ്രേരണ ഉണ്ടാകണം. ഏതെങ്കിലും രീതിയിൽ നമ്മുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥനയുടെ മേഖലയിൽ ഏതെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതൊക്കെ ക്രമീകരിക്കപ്പെടാനായിട്ടുള്ള അനുഭവം വേണം. മറ്റൊരു വചനം കൂടെ, കർത്താവിൻ്റെ വചനം കേൾക്കാൻ വരുമ്പോൾ ഉണ്ടായിരിക്കേണ്ട മനോഭാവത്തെക്കുറിച്ച് വചനം സൂചിപ്പിക്കുന്നുണ്ട്. അത് പ്രഭാഷകൻ്റെ പുസ്തകം 6:32. പ്രഭാഷകൻ 6:32. വചനത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: മനസ്സ് വെച്ചാൽ ജ്ഞാനിയാകാം, താല്പര്യപൂർവ്വം ശ്രദ്ധിച്ചാൽ അറിവ് ലഭിക്കും, ഉത്സാഹിച്ചാൽ സമർത്ഥനാകാം, ഏകാഗ്രചിത്തൻ വിവേകമതിയായിട്ട് തീരും. ഇപ്പൊ ദൈവത്തിന്റെ വചനം മനസ്സ് വെച്ച് താല്പര്യത്തോടെ, ഉത്സാഹത്തോടെ, ഏകാഗ്രതയോടെ നമ്മൾ സ്വീകരിക്കണം. എങ്ങനെ മനസ്സിലാക്കണം? ചേർന്ന് പറഞ്ഞേ, ഏകാഗ്രതയോടെ. എങ്ങനെ? മാസ്ക് വെച്ചാലും കേൾക്കാൻ പറ്റുമോ കേട്ടോ? എങ്ങനെയാ നമ്മൾ കേൾക്കേണ്ടത്? ഏകാഗ്രതയോടെ കേൾക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഉറങ്ങുന്നവർ പറഞ്ഞേ ഹല്ലേലൂയ. ഏകാഗ്രത കിട്ടിയല്ലോ. എല്ലാവരും എന്നെ കൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും എല്ലാം മനസ്സിലാകുന്നുണ്ട്. ഇപ്പം മനസ്സിലാകുന്നതിൻ്റെ അവസ്ഥാവിശേഷം നമുക്ക് പിടുത്തം കിട്ടി. ഇപ്പം നമുക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് നമുക്ക് കൃപ ലഭിക്കാത്തതെന്നിപ്പോൾ കൃത്യമായിട്ട്. നിസ്സാരം, ഞാനിത് ഓങ്ങി വെച്ചതാണ്. ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ഈ സാധനം ഇരിക്കുന്നത് കൊണ്ട് നോളം ഒഴുകിയാലും നമുക്ക് കാണാൻ പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക, കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ വന്നിരുന്ന് ശ്രദ്ധയോടുകൂടി അത് സ്വന്തമാക്കിയിട്ട് ഇവിടെ നിന്ന് കടന്നു പോകും. നിങ്ങളൊരു കാര്യം ഓർത്തേക്കണം കേട്ടോ, 2, 3, 4 കൂടിപ്പോയാൽ 2 വർഷം കഴിയുമ്പോൾ ഈ പ്രതിസന്ധിയൊക്കെ മാറും. നമ്മളപ്പോഴും ഈ പൊട്ടക്കിണറ്റിൽ കിടക്കരുത്. ഈ ലോകത്തിൻ്റെ അവസ്ഥാവിശേഷത്തിലേക്ക് വീണു പോകരുത്. വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ലൂക്കാസ് വിശേഷം അതിൻ്റെ 12-ാമത്തെ അധ്യായം 29 മുതൽ 31 വരെ. ലൂക്ക 12, 29, 31. വചനത്തിൽ എങ്ങനെയാ വായിക്കുന്നത്? നിങ്ങൾ എന്തു കുടിക്കുമെന്ന് ഭക്ഷണത്തെക്കുറിച്ചോ അതോടൊപ്പം തന്നെ പാനീയങ്ങളെക്കുറിച്ചോ ഒന്നും, കുടിക്കുന്നതിനെയും തിന്നുന്നതിനെ കുറിച്ച് ആകുലപ്പെടുകയും അസ്വസ്ഥപ്പെടുകയും ചെയ്യണ്ട. എന്നിട്ട് അടുത്ത ഭാഗത്ത് കർത്താവ് പറയണ എന്താണെന്നറിയാവോ? അക്കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെടുന്നത് ലോകത്തിന്റെ മക്കളാണ്. മൂന്നാമതൊരു കാര്യം കൂടി പറയുന്നുണ്ട്, നിനക്ക് എന്തു വേണമെന്ന് നിന്റെ സ്വർഗസ്ഥനായ പിതാവിനറിയാം, അവിടുന്ന് തന്നിരിക്കും. നിനക്കെന്ത് വേണമെന്ന് നിന്റെ സ്വർഗസ്ഥനായ പിതാവിന് വ്യക്തമായിട്ട് അറിയാം, അതുകൊണ്ട് അവിടുന്ന് തന്നിരിക്കും. ഈ ആകുലതയും ഉത്കണ്ഠയും ഒക്കെ അത് അനാവശ്യമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു രീതിയിലും ഭയപ്പെടേണ്ട. നമ്മൾ പ്രാർത്ഥിക്കണം, വേണ്ട പ്രാർത്ഥിക്കേണ്ടെന്ന് പറയണില്ല. ഇവിടെ ജെറമിയയുടെ പുസ്തകം 31:16, ജെറമിയ 31:16 വചനഭാഗത്തിൽ ഇങ്ങനെയാ വായിക്കുക. ഇങ്ങനെ വിഷമിച്ച് കരഞ്ഞാകുലപ്പെട്ട് തമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് ഒരു മനുഷ്യൻ വരുമ്പോൾ ദൈവത്തിന്റെ വചനം പ്രവാചകനിലൂടെ പറയുന്നത് എന്താണെന്നറിയാവോ? മകനെ, മകളെ, കരച്ചിൽ നിർത്തുക, നിന്റെ കണ്ണുനീർ തുടക്കുക, നിന്റെ യാതനകൾക്ക് അവിടുന്ന് പ്രതിഫലം നൽകും, നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. ആരാ പറയണത്? ദൈവമാ പറയണത്. ആരാ പറയുന്നത്? ദൈവമാ പറയണത്. നിന്റെ കണ്ണുനീര്. ഇപ്പൊ സങ്കടവും വേദനയും ദുഃഖവും ഉണ്ടാവുമ്പോ എന്താ ചെയ്യേണ്ടത്? 145-ാം സങ്കീർത്തനം 18-ാം തിരുവചനം 145 അതിന്റെ 18 വചനത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: ഹൃദയ പരമാർത്ഥതയോടെ അവിടത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. അവിടുന്ന് ഭക്തന്റെ പ്രാർത്ഥന കേട്ട് അവനെ അവന്റെ ആലയത്തിൽ വെച്ച് അനുഗ്രഹിക്കാനായിട്ട് ഇടവരും. ചേർന്ന് പറയാവോ ഹല്ലേലൂയ? സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ടെൻഷൻ അടിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈ ബൈബിളിൽ ഈ പറഞ്ഞ വചനങ്ങൾ ഒന്നും മനസ്സിരുത്തി വായിച്ചാൽ മതി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായിട്ട് കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ നമുക്കായിരിക്കാനായിട്ട് പരിശ്രമിക്കാം. ഈ 3 ദിവസങ്ങൾ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായിട്ട് തീരട്ടെ. ഒരുമിച്ച് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
നമ്മുടെ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ അനുസരിച്ച് ആവശ്യത്തിനധികം ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്പേസും കസേരകളൊക്കെ ഇവിടെയുണ്ട്. ഇവിടെ വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരാൻ സാധിക്കുന്നവർ വന്ന് തന്നെ ഈ ശുശ്രൂഷകളിൽ പങ്കുചേരുക. ദേവാലയങ്ങളിലൊക്കെ വരാനായിട്ട് മടി അനുഭവപ്പെടുന്നവരുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ സമയം വിനിയോഗിക്കുക. ആത്മാർത്ഥമായിട്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു വരാനുള്ള സവിശേഷമായൊരു ശ്രമം എടുത്തുക. പരിശുദ്ധാത്മാവായ ദൈവം നമ്മൾ അനുഗ്രഹിക്കും, ബലപ്പെടുത്തും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി, കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ ഔദ്യോഗികമായിട്ട് ഈ ധ്യാനം ആരംഭിക്കുകയാണ്. പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ആഗ്രഹിച്ച് വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ഈ 3 ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും, തമ്പുരാൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എത്രമാത്രം അത്ഭുതകരമായിട്ടാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്, നമ്മുടെ കണ്ണുനീരെല്ലാം ഏറ്റെടുക്കുന്നത്, പുതിയ കൃപ കൊണ്ട് നമ്മളെ നിറയ്ക്കുന്നത് എന്ന് കർത്താവ് നമ്മളെല്ലാവരെയും ബോധ്യപ്പെടുത്തി തരും. നമുക്കൊന്നുകൂടെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കരങ്ങളെല്ലാവരും ഒന്ന് കൂപ്പിപ്പിടിക്കണം. കണ്ണിലടച്ച് ശിരസ് മുതൽ പാദം വരെ നമ്മുടെ ശരീരത്തെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ വിചാര വികാരങ്ങളെല്ലാം പൊന്നുതമ്പുരാൻ്റെ പക്കൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഒരേ മനസ്സോടെ, ഒരാത്മാവോടുകൂടെ പ്രാർത്ഥിക്കുക. ഈ ശുശ്രൂഷയ്ക്കായി തടസ്സമായി നിലകൊള്ളുന്ന ഏതെങ്കിലും മേഖലകളുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ ബലപ്പെടുത്തണേ, ഞങ്ങളെ കൃപ കൊണ്ട് നിറക്കണേ എന്ന് അപേക്ഷിക്കാം. പുതിയൊരു അഭിഷേകം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. അസ്വസ്ഥതകളെല്ലാം നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് അനുഭവപ്പെടുന്ന മടുപ്പ് എടുത്തു മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുക. ഭവനങ്ങളിലിരുന്ന്, വിദൂരങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മടുപ്പും അസ്വസ്ഥതയും ആകുലതയും കർത്താവിൻ്റെ പക്കലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഉത്കണ്ഠകൾ നിങ്ങളെ പിടികൂടുന്നുണ്ട്, ആകുലതയും ഭയപ്പാടും നിങ്ങളെ തളർത്തിക്കളയുന്നുണ്ട്. കർത്താവിൻ്റെ പക്കലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സ്ലീഹന്മാർക്ക് ലഭിച്ച അഭിഷേകം, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി ലഭിച്ച അഭിഷേകം നമുക്ക് ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ യൂദാത്തദേവൂസ് നമ്മൾ ഓർമ്മപ്പെടുത്തി തരുന്നൊരു കാര്യമുണ്ട്. അഗ്നിനാവിൻ്റെ രൂപത്തിൽ ആത്മാവ് കടന്നു വന്നപ്പോൾ ജ്വലിക്കുന്ന ഒരു ഹൃദയവും ജീവിതവും വിശുദ്ധന് ഉണ്ടായി. തീക്ഷ്ണതയോടെ ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചു. അതേ അനുഭവം കർത്താവെ ഞങ്ങൾക്ക് നൽകണേ എന്ന് പ്രാർത്ഥിക്കും. ഹെബ്രായ ലേഖനം അതിന്റെ 13-ാമത്തെ അധ്യായത്തിന്റെ 5-ാം തിരുവചനം. ഹെബ്രായർ 13:5. ഉത്കണ്ഠയുടെ ആകുലതയുടെ സമയത്ത് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നൊരു കാര്യം ഇതാണ്: ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. ഞാൻ നിന്നെ ഒരു തരത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. ഈ ബൈബിളിന്റെ അകത്ത് നമ്മൾ അനുഭവിക്കുന്നത് പോലെ സമാനമായ രീതിയിൽ ഉത്കണ്ഠപ്പെട്ടു പോയ ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മളെപ്പോലെ ഉത്കണ്ഠപ്പെട്ടു പോയ ഒരു മനുഷ്യനെ കുറിച്ച്. ഇനി എന്തായിരിക്കും എൻ്റെ ജീവിതത്തിലെന്ന് അയാൾക്ക് അറിഞ്ഞുകൂടാ. ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിലിരുന്ന് ഇങ്ങനെ വചനം പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കൃത്യം ഒരു 7 മാസം മുമ്പ്, ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. ഒരു വെള്ളിയാഴ്ച ദിവസം, ഇതുപോലൊരു വെള്ളിയാഴ്ച ദിവസം ഞാനായിരിക്കുന്ന ആശ്രമത്തിൽ, നോർത്ത് പറവൂരാണ് ആശ്രമത്തില്, ആദ്യത്തെ ലോക്ക്ഡൌണിന്റെ കാലഘട്ടമാണ്. ആ സമയത്ത് ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഓട്ടോറിക്ഷയിൽ വന്നു ഒരു ഉച്ച സമയമായപ്പോ. എന്നിട്ട് ഇവിടുത്തെ അച്ഛൻ ആരാന്ന് ചോദിച്ചു. ഹൗസിന്റെ സുപ്പീരിയർ ഞാനായതുകൊണ്ട് അവരെ പോയി കണ്ടു. അപ്പോ ആ മനുഷ്യന്റെ ഒരു പ്രത്യേകത, അയാള് ഇങ്ങനെ മാനസികമായിട്ട് അസ്വസ്ഥത അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഡിപ്രഷന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ സമയത്തെങ്ങോ, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, പ്രമുഖനായ ഒരു ഹിന്ദി നടൻ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാനായിട്ട് ഇടയായി. അത് വളരെ വിവാദമായ ഒന്നാണ്. ഈ മനുഷ്യൻ ഈ വാർത്ത വായിച്ചിട്ട് തനിക്കും ഇതുപോലൊരു പ്രതിസന്ധിയിലാണെന്ന് അയാൾ വരുത്തി തീർത്തു. 3 മക്കളും കൂടെയുള്ള ഒരു കുടുംബം, സ്നേഹനിധിയായ ഭാര്യയോട് സംസാരിച്ചപ്പോ ആ ചേച്ചി പറഞ്ഞൊരു കാര്യം: ഈ ഭർത്താവിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല, രോഗാവസ്ഥയും ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടത്തിത്തരുന്നൊരു ഭർത്താവാണ്. മദ്യപാനമോ വിഷമോ ഒന്നുമില്ല.
ബാക്കിയുള്ളവരുടെ കുടുംബജീവിതത്തിൽ പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവര് പറയും, ഭ്രാന്തനായൊരു ഭർത്താവിനെയാണല്ലോ നിനക്ക് ലഭിച്ചത്, എന്തൊരു കഷ്ടമാണ്. പക്ഷെ എനിക്കൊരു കഷ്ടവും തോന്നിയിട്ടില്ല. അവരാരും അനുഭവിക്കുന്ന വിഷമം എന്റെ കുടുംബത്തിൽ എനിക്കില്ലച്ചോ. കാരണം മദ്യപിച്ച് വീട്ടിലേക്ക് വരില്ല, പ്രശ്നം ഉണ്ടാക്കിയില്ല. കുട്ടികൾക്കും അപ്പനെ കുറിച്ച് വലിയ സന്തോഷമാണ്. ഇയാൾക്ക് മാനസിക രോഗമാണെന്ന് പിള്ളേർക്കറിയാം. കൂടെയുള്ള കൂട്ടുകാരും ചിലപ്പോൾ കളിയാക്കി സംസാരിക്കുമ്പോഴും അപ്പനെ കുറിച്ച് അവർക്ക് പരാതിയില്ല. കാരണം അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു പിതാവ്. എത്ര ദാരിദ്ര്യത്തിന്റെ അവസ്ഥയായാലും എല്ലാ ദിവസവും ഭാര്യക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട് എന്തെങ്കിലും അയാൾ വീട്ടിൽ മേടിച്ചു കൊണ്ടുവരും. അങ്ങനെ സന്തോഷകരമായൊരു കുടുംബം. ഈ മനുഷ്യൻ പറഞ്ഞൊരു കാര്യം എനിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. അയാൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നേരം പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, കഴിക്കുന്ന മരുന്നുകളൊക്കെ കഴിക്കുക. അച്ചോ, എനിക്ക് എന്റെ മനസ്സിലുള്ള ഒരു ചിന്ത, എന്നെ കൊണ്ട് ആർക്കും ആവശ്യമില്ല എന്ന് അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ അയാൾ പറയുകയാണ്. ശനിയാഴ്ച ദിവസം അയാൾ പറഞ്ഞു, ഞാൻ ഫോൺ വിളിച്ചോളാൻ പറഞ്ഞു. ശനിയാഴ്ച ദിവസം അയാൾ ഫോൺ വിളിച്ചു. അയാളെ ഞാൻ ആശ്വസിപ്പിച്ചു. അയാൾ പറഞ്ഞു, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഞായറാഴ്ച എന്റെ ഒരു പല്ല് ഒടിഞ്ഞു പോയിട്ട് ഇങ്ങനെ നീര് വന്നിരിക്കുക, എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഈ മനുഷ്യൻ വിളിച്ചപ്പോ ആയാസപ്പെട്ട് ഞാൻ അയാളോട് സംസാരിച്ചു. അയാളോടൊരു കാര്യം പറഞ്ഞു, എനിക്ക് സംസാരിക്കാനായിട്ട് ഇത്തിരി വിഷമമുണ്ട്. കാരണം ചേട്ടൻ പറഞ്ഞോ, ഞാൻ കേട്ടോളാം. അയാൾ പറഞ്ഞു, അച്ഛൻ ഞാനിന്ന് വൈകുന്നേരവും അച്ഛനെ കാണാനായിട്ട് വരട്ടെ. വന്നാലും വലിയ കാര്യമൊന്നുമില്ല, കാരണം എനിക്ക് ഒട്ടും പറ്റാത്ത ശാരീരികമായൊരു അവസ്ഥാവിശേഷമാണ്. അതുകൊണ്ട് നാളെ രാവിലെ വന്നുകൊള്ളുക, മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, തിങ്കളാഴ്ച വെളുപ്പിന് ഒരു 1 മണിയായപ്പോ എന്റെ മൊബൈൽ ഫോണിൽ ഒരു കോള് വന്നു. മറുതലക്കല് ആ സഹോദരന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ ബന്ധുക്കാരിൽ ആരോ എന്നെ വിളിക്കുകയാണ്. മറ്റൊന്നുമല്ല, രാത്രിയായപ്പോ മനുഷ്യന് പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല. ഒരു ദൂരത്തെങ്ങോ ഓട്ടോറിക്ഷയായിട്ട് ഓടിച്ചു പോയിട്ട് അയാൾ ആത്മഹത്യ ചെയ്തു. മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്റെ മനസ്സിലേക്ക് കടന്നു വന്നൊരു ചിന്ത, ഈ ശാരീരിക രോഗാവസ്ഥയിൽ ഒരു നിമിഷം അയാൾക്ക് കൊടുത്തിരുന്നെങ്കിൽ അയാളുടെ ജീവനെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുമായിരുന്നു. അങ്ങനെ ഒരു വലിയൊരു വിഷമമുണ്ടായി. പലരോടും പങ്കുവെച്ചപ്പോ അവര് എന്നെ ന്യായീകരിക്കുന്ന രീതിയിൽ സംസാരിച്ചു. എങ്കിൽ ഇങ്ങനെ ചിന്തിച്ചു, ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും അയാൾക്ക് വേണ്ടി ചെലവഴിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ മനുഷ്യന്റെ ജീവനെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. ഞാൻ എന്തുകൊണ്ട് ഇതാ പറയുന്നത് എന്ന് ചോദിച്ചാ, ഒരു കാര്യം ഓർക്കുക പ്രിയപ്പെട്ടവർ, അത്രമാത്രം ഭയാനകമായിട്ടുള്ള ഉത്കണ്ഠകൾ നമ്മളിങ്ങനെ ഈ കാലഘട്ടത്തിൽ പിടികൂടിയിരിക്കുകയാണ്. മാനസികമായിട്ട് ബലമുണ്ടെന്ന് വിചാരിക്കുന്നവർക്ക് പോലും ഈ നിരാശയുടെ അനുഭവം കടന്നു വരും, അസ്വസ്ഥതയുടെ അനുഭവം പ്രത്യേകമായിട്ട് കടന്നു വരും. ഒരു കാര്യം നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക, സാമ്പത്തിക പ്രതിസന്ധിയും രോഗാവസ്ഥയും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വരുമ്പോ എല്ലാം അവസാനിച്ചു എന്ന് ഒരു രീതിയിലും ചിന്തിക്കരുത്. വലത് കരുത്തി എന്ന് പറയാവോ ഹല്ലേലൂയ? ഒന്ന് സ്വരകർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടേറ്റ് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ബൈബിളിൽ നമ്മൾ കാണുന്ന വ്യക്തിയുടെ പേര് ജോഷുവ എന്നാണ്. എന്താണ് അയാൾ അനുഭവിച്ചതെന്നറിയാവോ? നമ്മൾ അനുഭവിക്കുന്ന സമാനമായ രീതിയിലെ പ്രശ്നമാണ് അയാൾ അനുഭവിച്ചത്. പ്രത്യേകമായിട്ടൊരു വചനഭാഗത്ത് നിയമാവർത്തന പുസ്തകം അതിന്റെ 31-ാമത്തെ അധ്യായത്തിന്റെ 6 മുതൽ 6-ാമത്തെ തിരുവചനത്തിലാണ് പ്രത്യേകമായിട്ട് വായിക്കുക. നിങ്ങളെ ഉത്കണ്ഠ പിടികൂടുമ്പോ, അസ്വസ്ഥത പിടികൂടുമ്പോ ഈ 31-ാമത്തെ അധ്യായം ഒന്ന് മനസ്സിരുത്തി വായിക്കണം. പ്രത്യേകിച്ച് ഭയം നിങ്ങളെ പിടികൂടുന്ന സമയത്ത് ഒരു സംഭവത്തിന്റെ തുടർച്ചയെന്നോണമാണ് ഈ ഭാഗം കടന്നു വരുന്നത്. എന്താണ് ആ ഭാഗത്ത് വായിക്കണമെന്നറിയാവോ? മോശ പ്രായാധിക്യം നിമിത്തം ഇസ്രായേലിന്റെ നേതൃസ്ഥാനം ഒഴിയാൻ പോവുകയാണ്. ആ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മോശയുടെ ഭാഗത്തുണ്ടായൊരു പിഴവിന്റെ പേരില് വാഗ്ദത്ത ദേശത്തേക്ക് കടക്കാനായിട്ട് പറ്റൂലെന്ന് ദൈവം അവനോട് പറഞ്ഞു. ജോഷയ്ക്ക് ആ ഉത്തരവാദിത്വം പരമേൽപ്പിക്കാനായിട്ട് ദൈവം നിർദ്ദേശം കൊടുക്കുകയാണ്. ഈ ജോഷോ എന്ന് പറയുന്ന മനുഷ്യൻ അത് സ്വീകരിക്കാൻ ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അപ്പൊ മോശയോട് ജോഷോ തന്റെ ഭയപ്പാട് പറയുകയാണ്. ലക്ഷക്കണക്കിന് വരുന്ന ഈ ജനത്തിനൊരു പ്രത്യേകതയുണ്ട്, അനുസരണക്കേട്, അവിശ്വാസം, അതോടൊപ്പം തന്നെ ഏത് സമയത്തും കലാപമുണ്ടാക്കുന്ന സ്വഭാവം. നാളുകളായിട്ട് കൂടെ നടക്കുകയാണ്. എപ്പോ വേണേലും അവർ പ്രതികരിക്കും, പ്രതിസന്ധി ഉണ്ടാക്കും. അപ്പോ ഈ ജനത്തിനെ ഞാൻ എങ്ങനെ നയിക്കും?
ഈ കാര്യങ്ങളെ ഞാൻ എങ്ങനെ നയിക്കും? ഇതാണ് അവനെ ആകുലപ്പെടുത്തിയത്. അവൻ തളർന്നു പോവുകയാണ്. മോശയോട് പറഞ്ഞു, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആകുലതയുണ്ട്. അവന്റെ ഭയവും പരിഭ്രമവും മോശയുടെ മുമ്പിൽ ഏറ്റുപറയുകയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഏറ്റു പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈ ഭയത്തിനൊരു കുഴപ്പമുണ്ട് പ്രിയപ്പെട്ടവരെ. എത്ര ശക്തിയുള്ള വ്യക്തിയായാലും തളർന്നു പോകും. ഈ ഭയത്തിനൊരു പ്രശ്നമുണ്ട്. എത്ര ശക്തിയുള്ള വ്യക്തിയായാലും തളർന്നു പോകും. അത് ചില ഭ്രാന്തമായ അവസ്ഥയിലേക്ക് അവനെ കൊണ്ട് എന്നെത്തിക്കും. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്നിപ്പോ ഘോരാഘോരമൊക്കെ വചനം പ്രഘോഷിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ 2002 പട്ടം സ്വീകരിച്ചത്. എന്റെ ആദ്യത്തെ നിയമനം എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് ബത്സൈദ എന്ന് പറയുന്ന ധ്യാന കേന്ദ്രത്തിന്റെ ഡയറക്ടറായിട്ടായിരുന്നു ഞാൻ അവിടെ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നെയ്യാറ്റിങ്കര ഭാഗത്ത് സ്ഥിരമായിട്ട് ഞാൻ ഈ ധ്യാന ശുശ്രൂഷയ്ക്ക് പോകുമായിരുന്നു. അപ്പൊ ഈ കറുത്ത ഉടുപ്പൊക്കെ ആയതുകൊണ്ട് ആളുകൾ എന്റെ അടുത്ത് വരും. ഒരു ദിവസം ആശ്രമത്തിൽ ഒരു പള്ളിയിൽ വികാരിച്ചൻ പറഞ്ഞിട്ട് ഒരു ചേട്ടനും ചേച്ചിയും കൂടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ഞാൻ ജീവിതത്തിൽ മറക്കാത്തൊരു അനുഭവമാണ്. പ്രാർത്ഥിക്കാൻ വന്നപ്പോ അവർക്കുള്ള ഒരു കുഴപ്പം, ഈ ചേട്ടന് ഉറക്കം കെട്ടിയിട്ട് ദിവസങ്ങളായി. ഇങ്ങനെ ദുസ്വപ്നങ്ങൾ കാണുന്നു, പിശാച് ഓടിച്ചിടുന്നത് പോലെയുള്ള അവസ്ഥാവിശേഷം, ഇങ്ങനെ ഒരുപാട് അയാളുടെ ഈ മനസ്സിന്റെ പ്രശ്നങ്ങൾ അയാള് ഞാനുമായിട്ട് പങ്കുവെച്ചു. ഈ മനുഷ്യന് വേണ്ടിയിട്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് തലയിൽ ആനവെള്ളമൊക്കെ തളിച്ച് കുരിശ് വരച്ചിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ പൊയ്ക്കോ, ധൈര്യമായിട്ട് പൊയ്ക്കോ, ഇന്ന് രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങും. ഈ മനുഷ്യൻ പോയി. പിറ്റേ ദിവസം ഒരു 11 മണിയായപ്പോ ചേട്ടനും ചേച്ചിയും കൂടെ ഒരുമിച്ച് ഫോൺ വിളിച്ചിരിക്കുകയാണ്. നാളുകൾ കഴിഞ്ഞപ്പോ ആയിട്ട് ചേട്ടൻ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. സ്വസ്ഥമായിട്ട് ഇന്നലെ രാത്രി ഉറങ്ങി. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അത് പിന്നീട് കുഴപ്പമായിട്ട് തീർന്നു. ഇതുപോലെയുള്ള എന്ത് പ്രശ്നമുള്ള ആളുകളുണ്ടെങ്കിലും അവര് വഴി റെക്കമെൻഡ് ചെയ്ത് ആശ്രമത്തിലേക്ക് പറഞ്ഞു വിടും. ചിലർക്ക് ചില കാര്യങ്ങൾ ചെയ്തു കൊടുത്താലൊന്നും ശരിയാകുകയില്ല. കുറച്ച് നാള് കഴിഞ്ഞപ്പോ ആ ആളുകളുടെ ഇടയിൽ, പ്രത്യേകിച്ച് ആ ഭാഗങ്ങളിലൊക്കെ എനിക്ക് ഞാൻ അറിയാതൊരു പേര് വീണു, ചെകുത്താനെ പിടിക്കുന്ന അച്ഛനെന്ന്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും കുഴപ്പമില്ല, ഏത് ഭയപ്പാടും ഏത് ആകുലതയുണ്ടെങ്കിലും അച്ഛൻ്റെ അടുത്ത് വന്നാൽ മതി, ക്ലിയർ ആകും. ചിലർക്ക് ബോധ്യപ്പെടാതിരിക്കുമ്പോൾ ഞാൻ ചില വിദ്യകൾ പ്രയോഗിച്ചു. മനുഷ്യന്റെ അന്ധവിശ്വാസം ഓർത്ത് ഇന്നും വിഷമം തോന്നാറുണ്ട്. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ദൈവം തരുന്ന ചില പ്രചോദനങ്ങളും പ്രേരണകളും ഉണ്ട്. ചില വിഷമങ്ങൾ കേൾക്കുമ്പോൾ കർത്താവ് പറയും, ആ സഹോദരനോട് പറയുക, ഒരു കരണക്കൊന്തയിൽ പ്രാർത്ഥിക്കുക. ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് പ്രയാസമാണ്. എന്നാൽ ഞാൻ പറയുകയാണ്, കുറച്ച് മെറ്റല് ഇങ്ങനെ ചട്ടിയിലിട്ട് വറുത്തിട്ട് നല്ല തിളച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിട്ടിട്ട് അതിന്റെ അകത്ത് മുട്ടുകുത്തി കരം വിരിച്ചു പിടിച്ച് ഇങ്ങനെ കരണക്കൊന്ത എല്ലാം പറഞ്ഞ ആളുകൾ ചെയ്യും. വെറുതെ മുട്ടുകുത്തിച്ച് എല്ലാം പറഞ്ഞ ചെയ്യുകയല്ല. ഇങ്ങനെ അന്ധവിശ്വാസങ്ങൾ, ചില അടയാളങ്ങളുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്തിരുന്ന കാര്യങ്ങൾ തുറന്നു പറയലില് എനിക്ക് സങ്കടമുണ്ട്. വേറെ ഒന്നുമല്ല. ചിലപ്പോൾ നാരങ്ങയൊക്കെ മേടിച്ചുകൊണ്ട് വരാൻ പറയും. ഈ നാരങ്ങ 4ആയിട്ട് പകുത്തിട്ട് ചാരത്തിൽ മുക്കി വെഞ്ചിരിച്ച് കൊടുത്തുവിടും. അവരായിരിക്കും എന്തോ പ്രത്യേക സാധനമാണെന്ന് വിചാരിക്കും. ഇതൊന്നും അല്ല പ്രശ്നം. ഞാനിങ്ങനെ ഒരു ധ്യാന ശുശ്രൂഷ കഴിഞ്ഞ് ഏകദേശം ഒരു 1.5 കൊല്ലം കഴിഞ്ഞപ്പോ ഈ പാറശാല എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതിനടുത്തൊരു കുഗ്രാമത്തില് ഒരു ധ്യാന ശുശ്രൂഷയ്ക്കായിട്ട് പോയി. 3 ദിവസത്തെ ശുശ്രൂഷയാണ്. അപ്പൊ എന്റെ കൂടെ പാടാനായിട്ട് 2 പിള്ളേർ വരുന്നുണ്ട്. ആശ്രമത്തിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യത കുറവായതുകൊണ്ട് അവിടുത്തെ വികാരിച്ചൻ എനിക്ക് വേണ്ടിയിട്ടൊരു വീട് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ 3 ദിവസം കൂടെ താമസിച്ചോ, പള്ളിമേടെ സ്ഥലവുമില്ല. അങ്ങനെ ആ വീട്ടില് താമസിക്കാനായിട്ട് ആദ്യ ദിവസം ശുശ്രൂഷ കഴിഞ്ഞ് ഒരു 9:30 മണിയായപ്പോ വീട്ടില് കൊണ്ടുപോയി. 2 നില വീടാ, വലിയ വീട്. ഒരു റബ്ബർ തോട്ടത്തിന്റെ നടുവിലാണ് ഈ വീടിരിക്കുന്നത്. അപ്പൊ പള്ളിയിൽ അവിടുത്തെ സെക്രട്ടറി എന്നോടൊരു കാര്യം പറഞ്ഞു, അച്ചോ ഇത് ഏകദേശം 2 കൊല്ലമായിട്ട് പൂട്ടിയിട്ടിരിക്കുക. ഇപ്പൊ അച്ഛന് വേണ്ടിയിട്ട് ഇത് റെഡിയാക്കി വെച്ചതാണ്. ഞാൻ വീട് നോക്കി, നല്ല വീടാണല്ലോ. എന്റെ ഗതികേടിന് ഞാൻ വെറുതെ അവരോട് ചോദ്യം ചോദിച്ചു, എന്തിനാ ഈ വീട് പൂട്ടിയിട്ടത്? അപ്പൊ ചേട്ടൻ പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ട് അതിന്റെ സംഭവം എന്നോട് പറഞ്ഞു. അച്ചോ, ഈ വീട്ടില് ഭാര്യയും ഭർത്താവും ഒരു മോളും ഉണ്ടായിരുന്നത്. അവളൊരു പ്രേമ നൈരാശ്യത്തിന്റെ പേരിൽ ഈ വീട്ടില് തൂങ്ങി മരിച്ചു. അതിനുശേഷം വലിയൊരു പേടിയാണ്, അതുകൊണ്ട് ഈ വീട് പൂട്ടിയിട്ടിരിക്കുക. ഇത് വാടകയ്ക്ക് പോലും ആരും മേടിക്കുന്നില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നാ പറയണത്. ഞാൻ പറഞ്ഞു, നമ്മുടെ അഹങ്കാരം വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. ഒരു കുഴപ്പമില്ല, എനിക്കൊരു പേടിയില്ല, ഞാൻ ധൈര്യമായിട്ട് ഇതിൻ്റെ അകത്തേക്ക് കടന്നേക്കാം. എന്നാ പ്രിയപ്പെട്ടവരെ, അവര് പോയി. ഒരു 10 മണിയായി. കുഴപ്പമൊന്നുമില്ല. ഞാൻ ആ വീട്ടിലൊക്കെ നോക്കി. ബെഡ്റൂമിൽ കയറി സ്വസ്ഥമായിട്ട് സാധാരണ ചെയ്യാറുള്ളത് പോലെ ഉറങ്ങുന്നതിന് മുമ്പ് കൊന്തയെല്ലി ഞാനിങ്ങോട്ട് ഉറങ്ങിപ്പോയി.
എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞ് എനിക്ക് തോന്നുന്ന ഒരു മണിയായപ്പോൾ ഞാൻ കണ്ണു തുറന്നപ്പോൾ കാണുന്ന കാഴ്ച, ആ പള്ളിയുടെ സെക്രട്ടറി പറഞ്ഞതുപോലെ പ്രശ്നം ആ വീട്ടിലുണ്ട്. ഞാൻ കിടക്കുന്ന മുറിയിൽ ഞാൻ മാത്രമല്ല, അതോടൊപ്പം ആ മുറിയിൽ വേറൊരാളും കൂടെ നിൽക്കുകയാണ്. ആ വീട്ടിൽ തൂങ്ങി മരിച്ച പെങ്കൊച്ചിങ്ങനെ തൂങ്ങിക്കിടന്നിങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. വലിയ റബ്ബർ തോട്ടമാണ്, 3.5 ഏക്കറുള്ള വലിയ റബ്ബർ തോട്ടം, അതിന്റെ നടുവിൽ ഈ വീട്. ഞാൻ എങ്ങനെ അലറി വിളിച്ചാലും ശബ്ദം പോലും പുറത്തേക്ക് വരികയില്ല. എന്ത് ചെയ്താലും ശബ്ദം പോലും പുറത്തേക്ക് വരികയില്ല. ഇതുപോലെ കൊന്തയില്ല ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കണ്ണടച്ച് കണ്ണ് തുറക്കുമ്പോ ഞാൻ കാണുന്നത് ഈ പെങ്കൊച്ച് ഇങ്ങനെ ഈ നൈറ്റി ഇട്ടിട്ടാണ് ഇരിക്കുന്നത്, ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, കൊന്തയല്ലി തളർന്നുറങ്ങും, വീണ്ടും കണ്ണു തുറക്കും. രാവിലെ 4 മണിയായപ്പോ ഞാൻ വീണ്ടും കണ്ണു തുറന്നു. നേരം വെളുത്തിട്ടില്ല. ദിവസത്തിന്റെ ദൈർഘ്യം കൂടുതലാണെന്ന് അന്നാ എനിക്ക് മനസ്സിലായത്. 4 മണിയായപ്പോ കണ്ണു തുറന്നു നോക്കിയപ്പോ ചേച്ചി കൂടെ അവിടെ തന്നെയുണ്ട്, എന്റെ മുറിയിൽ തന്നെയുണ്ട്. ഒരു 6 മണിയായപ്പോ തളർന്നുറങ്ങി. 6 മണിയായപ്പോ വെട്ടമൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ണ് പതുക്കെ ഞാൻ തുറന്നു നോക്കി, ആ സഹോദരി അവിടെ ഉണ്ടോ എന്ന്. കണ്ണ് തുറന്നു നോക്കിയപ്പോ പ്രസ്തുത സഹോദരി അവിടെ തന്നെയുണ്ട്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, വെട്ടം ആ മുറിയിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഞാൻ ആ സഹോദരിയെ കൃത്യമായിട്ട് കണ്ടു, ആ വീട്ടിൽ മരിച്ച പെങ്കൊച്ചിനെ. എന്താണെന്നറിയാവോ, തലേ ദിവസം ഞാൻ കിടന്നുറങ്ങിയ സമയത്ത് ഈ ലോഹ ഒരു ഹാങ്ങറെ തൂക്കിയിട്ട് ജനലുടെ സമീപത്തിട്ടുണ്ടായിരുന്നു. ഫാൻ 5-ലിട്ടതുകൊണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുകയാണ്. കൈയെടുത്തുയർത്തിയ ചെകുത്താൻ വടക്കോട്ടും തെക്കോട്ടും ഓടുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ഇതുപോലെ ചെകുത്താനെ പിടിക്കുമെന്ന്, ഇതുപോലെ വലിയ പ്രശസ്തിയും പേരും ഉണ്ടായിരുന്ന ഞാൻ ഇതുപോലെ മനസ്സിന്റെ ചെറിയൊരു വിഭ്രമത്തിന്റെ പേരിൽ എന്തുമാത്രം ഭയപ്പെട്ടു എന്ന് അന്നും മനസ്സിലാക്കിയെടുത്തു. ഒരു കാര്യം ഓർക്കുക, ഈ ഭയം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. നന്മ ചെയ്യാൻ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന വലിയൊരു കാര്യം, തിന്മയിലേക്ക് നമ്മളെ വീഴിക്കുന്ന ഒരു കാര്യം, വിശ്വാസത്തെ തളർത്തിക്കളയുന്ന ഒരു കാര്യം. ഈ ഭയം നമ്മളെ പിടികൂടും. ഇത് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ജോഷുവ ഒരു കാര്യം പറഞ്ഞത്, എനിക്ക് പേടിയാണ്, എനിക്ക് ഭയമുണ്ട്, പരിഭ്രമം എന്നെ പിടികൂടിയിട്ടുണ്ട്. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തില് 2-ാമത്തെ പുസ്തകത്തില് അതിന്റെ 18-ാമത്തെ അധ്യായം ഒന്ന് മനസ്സിരുത്തി വായിക്കണം. അവിടെ നമ്മൾ വായിക്കുന്ന എന്താണെന്നറിയാവോ, പ്രവാചകനായ ഏലിയ ആയിരക്കണക്കിന് വരുന്ന വിജാതീയ പ്രവാചകന്മാരെ, വിജാതീയ പുരോഹിതന്മാരെ ഒറ്റയ്ക്ക് നെഞ്ചും വിരിച്ചു നിന്ന് പോരാടി തോൽപ്പിച്ചവനാണവൻ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ബാലിന്റെ ഈ പ്രവാചകന്മാർ, പുരോഹിതന്മാർ അലറി വിളിച്ച് കരഞ്ഞിട്ടും അഗ്നി ഇറങ്ങി ബലിപീഠത്തിൽ അർപ്പിച്ച ആ ബലിയർപ്പണം അത് സ്വീകരിച്ചില്ല. ഏറ്റവും അവസാനം നമ്മൾ വായിച്ചിട്ടുണ്ട്, ഏലിയ പറയുന്ന ഒരു കാര്യം ഇതാണ്, നിങ്ങൾ മാറ്. അവൻ ഇങ്ങനെ വിറക് കൊണ്ട് ഒരു ബലിപീഠം ഉണ്ടാക്കി, അവിടെ ചാല് ഉണ്ടാക്കി, അവിടെ വെള്ളമൊഴിച്ച് വിറകടക്കി ബലിവസ്തു വെച്ചിട്ട് മുട്ടുകുത്തി നിന്ന് കരം വിരിച്ച് പ്രാർത്ഥിച്ചപ്പോ ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി വന്ന് ഈ ബലിവസ്തുക്കളെ സ്വീകരിച്ചു എന്നാണ് വചനത്തിൽ വായിക്കുക. എല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോയി നിന്നു. ഇത് 17-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുക. എന്നാൽ 18-ാമത്തെ അധ്യായത്തിൽ എന്താണെന്നറിയാവോ, ഇവൻ ഭയപ്പെട്ടു പോവുകയാണ്. ഭയപ്പെട്ടു പോകുന്നതിന്റെ കാരണം എന്താണെന്നറിയാവോ, അവനെ വധിച്ചു കളയും എന്ന് ജസബൽ രാജ്ഞി ഒരു കാര്യം പറഞ്ഞു. അവനൊരു ഓട്ടം ഓടി, രാവും പകലും മറന്നൊരു ഓട്ടം ഓടി മരുഭൂമിയിൽ ഇങ്ങനെ തളർന്നിരിക്കുന്ന സമയത്ത് ദൈവം അവന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്ന ചോദ്യം എന്തിനാ, നീ എന്തിനാ പേടിക്കുന്നത്? എന്നിട്ട് പറയുന്നു, ഒരുക്കി വെച്ചിട്ടുള്ള ഈ വെള്ളവും ഭക്ഷണവും നീ എടുത്ത് സ്വീകരിക്കുക. എന്നിട്ട് അവനോട് പറയുന്നു, ഇനി നീ യാത്ര ചെയ്തോ. 40 ദിനരാത്രങ്ങൾ അവൻ യാത്ര ചെയ്തു എന്നാ പറയണത്. ഓർക്കണം, എല്ലാത്തിനെയും നെഞ്ചു വിരിച്ചു നിന്ന് നേരിട്ടവൻ. ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീ ഭയപ്പെടുത്തിയപ്പോൾ ഭയപ്പെട്ടു പോയി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിസ്വരകീർത്തി പറയാവോ ഹല്ലേലൂയ. അഭിഷേകത്തോടേറ്റ് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുമ്പോ എന്താ ചെയ്യുക? നമ്മൾ ഭയം വരുമ്പോ അതിന്റെ 2-ാമത്തെ പ്രശ്നം എന്താണെന്നറിയാവോ, അത് തന്നെയാണ്, അവന് പരിഭ്രാന്തിയും സൃഷ്ടിക്കപ്പെടും. എന്ത് ചെയ്യണോന്നറിയാൻ പാടില്ല, ആകുലപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥാവിശേഷം. ചെയ്യുന്നതെല്ലാം തെറ്റായിട്ട് തീരും. അതാണ് പരിഭ്രാന്തിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. മുഖ്യമന്ത്രി കണക്ക് അവതരിപ്പിച്ചപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു. 34 പേര് ജീവനെടുക്കാനുള്ള കാരണം എന്താണെന്നറിയാവോ? അവർക്ക് ഈ കോവിഡ് എന്ന് പറയുന്ന രോഗം വന്നതുകൊണ്ടാണ്.
അപ്പൊ മരിക്കുമോ എന്ന് പേടിച്ചിട്ട് അവര് ജീവൻ ഒടുക്കി. എന്തൊരു വിരോധാഭാസവും നോക്കി. രോഗം വന്ന് മരിക്കുമോ എന്ന് പേടിച്ചിട്ട് അവര് ജീവൻ ഒടുക്കി കളഞ്ഞത്രേ. അതാണ് പരിഭ്രാന്തി സൃഷ്ടിക്കപ്പെടും. തനിക്ക് ഭയവും പരിഭ്രാന്തിയും ഉണ്ട് എന്ന് ജോഷുവ മോശയോട് പറഞ്ഞപ്പോ പരിശുദ്ധാത്മാവ് അവനെ പ്രചോദിപ്പിക്കുകയാണ് മോശയെ. അതാണ് നിയമാവർത്തനം 31:6 നമ്മൾ വായിക്കുക. ഇങ്ങനെയാ വായിക്കുക: ശക്തരും ധീരരുമായിരിക്കുവിൻ, ഭയപ്പെടേണ്ട, ഒന്നിനെക്കുറിച്ചും പരിഭ്രമിക്കേണ്ട. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ കൂടെ വരും. അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല. വലയുയർത്തി എന്ന് പറയാവോ? ഹല്ലേലൂയാ. നുസ്രയുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടേറ്റ് പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നിങ്ങളുടെ ഉത്കണ്ഠകളിൽ കർത്താവ് വളരെ ശ്രദ്ധാലുവാണ്. പൂർണ്ണമായിട്ട് അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും സ്വീകരിക്കാനായിട്ട് തയ്യാറാണ്. നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യണത്? ഒരുപാട് പേരോട് അത് നിങ്ങൾ സംസാരിക്കും. ഒരുപാട് പേരുടെ ഉപദേശം നമ്മൾ സ്വീകരിക്കും. ഈ ഉപദേശം മനുഷ്യരോട് സ്വീകരിക്കുമ്പോഴുള്ള കുഴപ്പമെന്താണെന്നറിയാവൂ? ഈ വിഷമം കൂടുക അല്ലാതെ അതിനൊരു കുറവും വരികയല്ല. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവരോട് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആശ്വസിപ്പിക്കാൻ വേണ്ടിയായിരിക്കും. അവരുടെ പ്രതിസന്ധി കൂടെ അവർ ഷെയർ ചെയ്യും. ഇത് രണ്ടും കൂടെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാവുന്നൊരു കുഴപ്പം എന്താണെന്നറിയാവോ? ഈ വിഷമം ഇരട്ടിക്കും. സൈക്കോളജിയിൽ ഒരു കാര്യം പറയും, പക്ഷേ ഈ സാഹചര്യത്തിൽ അത് എത്രമാത്രം, ഇന്നത്തെ ഈ സാഹചര്യത്തിൽ അത് എത്രമാത്രം പ്രസക്തമാണോ എന്ന് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറയുക, അത് ഇരട്ടിക്കും. ദുഃഖം ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ടവരോട് പറയുക, അത് കുറയും എന്ന്. എന്നാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? ദുഃഖം ഉണ്ടാകുമ്പോ പ്രിയപ്പെട്ടവരോട്, നമുക്ക് ഉറപ്പുള്ള വ്യക്തികളോട് പറയുമ്പോൾ ദുഃഖം ഇരട്ടിക്കുന്ന ഒരു കാഴ്ചയാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രതിസന്ധിയുടെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അതിനുള്ള മറുപടിയാണ് പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ വചനം നമ്മളോട് പറയുന്നത്. ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞു, ഉത്കണ്ഠയുടെ സമയത്ത് ദൈവം എവിടെയാണ്? വചനത്തിൽ നമ്മൾ വായിച്ചില്ലേ? നീ പരിഭ്രമിക്കുകയോ ഉത്കണ്ഠപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവം വ്യക്തമായിട്ട് എല്ലാം കാണുന്നുണ്ട്. ദൈവത്തിന്റെ മനസ്സെല്ലാം വ്യക്തമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അത് ഉറപ്പിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നുസ്രയുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടേറ്റ് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വചനം പറഞ്ഞു തരികയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ മറന്നുപോകാതിരിക്കുക. ഹൃദയത്തിൽ എഴുതിയിടേണ്ടവർ ഹൃദയത്തിൽ എഴുതിയിടുക. വചനത്തിൽ വായിക്കുന്ന ഇപ്രകാരമാണ്. സുഭാഷിതം 4:20 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. ഇങ്ങനെയാ നമ്മൾ വായിക്കുക: എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. എനിക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോ എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. എന്നിട്ട് അടുത്ത കാര്യം പറയുന്നു, എന്റെ മൊഴികൾക്ക് ചെവി തരിക. എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക, എന്റെ മൊഴികൾക്ക് ചെവി തരിക. അത് നിന്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന്, നിന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ. അവ നിന്റെ ഹൃദയത്തിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കുക. നോക്കിയേ, എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങളോട് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നിങ്ങളോട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ചേർന്ന് പറയാവോ ഹല്ലേലൂയ. ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഞാൻ തുടക്കത്തില് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവം പറഞ്ഞു. ഇതേ ദേവാലയത്തിൽ വർഷങ്ങൾക്ക് മുമ്പാണ് നിന്ന് പ്രസംഗിച്ചു കൊണ്ടിരുന്ന അവസരത്തിലുണ്ടായ ഒരു അനുഭവം ജീവിതത്തിൽ ഒരിക്കലും മറക്കുകയല്ല. ഈ ദേവാലയത്തിൽ ഇവിടെ നിന്നുകൊണ്ട് പ്രസംഗിച്ചതിന് ശേഷം സംഭവിച്ച ഒരു കാര്യം. പ്രസംഗമെല്ലാം കഴിഞ്ഞ്, ആരാധന കഴിഞ്ഞ്, അന്ന് പഴയ പള്ളിയാണ്, ഈ മേടയുടെ ആ ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് അക്രൈസ്തവയായ ഒരു സഹോദരി എന്നെ അന്വേഷിച്ചു വന്നു. പേരൊന്നും അറിഞ്ഞുകൂടാ. അച്ഛനോട് പറഞ്ഞിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങി വന്ന് ആ ചേച്ചിയായിട്ട് സംസാരിച്ചു. അവര് പറഞ്ഞ കാര്യം കേട്ടപ്പോഴാണ് അത്ഭുതപ്പെട്ടു പോയത്. അവര്
ദൂരെ ഒരു സ്ഥലത്ത് നിന്ന് വരികയാണ്. വീട്ടിൽ ചില പ്രശ്നങ്ങളുടെ പേരിൽ ഭർത്താവുമായിട്ട് വഴക്കിട്ടിട്ട് അവരെന്ത് ചെയ്യണമെന്ന് അറിയാത്ത രീതിയിൽ ഇങ്ങനെ ഇറങ്ങി വന്ന ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്ത് ഓരോ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ കയറി വരികയാണ്. പെരുമ്പാവൂരോ മറ്റോ സ്ഥലത്ത് എത്തിയപ്പോഴോ ഈ വഴിയുള്ള വണ്ടിയാണ്, ആലുവയ്ക്കുള്ള ഒരു വണ്ടിയാണ്, പ്രൈവറ്റ് ബസ്സാ കിട്ടിയത്. അപ്പൊ ആളുകള് നൊവേനയിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ വരുന്ന സമയത്ത് ആളുകളെല്ലാം ഇറങ്ങിയപ്പോ അവരിവിടെ ഇറങ്ങി. ആദ്യമായിട്ടാണ് ഒരു ക്രിസ്തീയ ദേവാലയത്തിൽ അവർ പോകുന്നത്. അപ്പൊ ആളുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ സംഭവിക്കുന്ന പ്രാർത്ഥനകളൊക്കെ അവർ ശ്രദ്ധിച്ചു. ഇതുവരെ സംഭവിക്കാത്ത കാര്യങ്ങൾ അവർ കേൾക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. കാരണം അത്രമാത്രം ഉത്കണ്ഠയോടുകൂടിയിട്ടാണ് അവർ വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ വിശുദ്ധ ബലി അർപ്പണത്തിലും മറ്റൊക്കെ സംഭവിക്കുന്ന സമയത്ത് അവര് എന്താ നടക്കുന്നതെന്ന് അവർക്ക് പിടുത്തം കിട്ടുന്നില്ല. ഒരു കാര്യം അവർ മനസ്സിലായി, ഈ വിശുദ്ധ കുർബാന കൊടുക്കുന്ന സമയത്ത് മൈക്കിലൂടെ അച്ഛനൊരു കാര്യം പറഞ്ഞു, അക്രൈസ്തവരായ ആരും പ്രത്യേകിച്ച് കുർബാന സ്വീകരിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അതുകൊണ്ട് അവര് ഈ വിശുദ്ധ കുർബാന സ്വീകരിച്ചു. ആരാധനയുടെ സമയത്ത് പറഞ്ഞൊരു വചനഭാഗം, അത് 115 സങ്കീർത്തനം, അതിന്റെ 12 തിരുവചനം വചനമാണെന്ന് പിന്നീട് അവരോട് പറഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. സങ്കീർത്തനം 115:12 വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന, കർത്താവിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്, അവിടെ നിന്നെ അനുഗ്രഹിക്കും. കർത്താവിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. കർത്താവിന് നിന്നെക്കുറിച്ച് അവർ വിചാരിച്ചു, ഞാൻ അവരോട് പറയുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത്. കർത്താവിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. ദൈവത്തിന് എന്നെക്കുറിച്ച് വിചാരമുണ്ട്, അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവർ, ഈ ആരാധന പ്രദക്ഷിണമായിട്ട് ഇറങ്ങിപ്പോകുന്ന സമയത്ത് എല്ലാവരും കരഞ്ഞു പ്രാർത്ഥിക്കുന്നതിനിടയിൽ അവരുടെ ദുഃഖവും അണപൊട്ടി ഒഴുകി. അവര് നോക്കുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ അരുളിക്കയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവരും അങ്ങനെ നോക്കി, ഒന്നും കാണാൻ പറ്റുന്നില്ല, വെള്ള നിറത്തുള്ള എന്തോ ഒരു വസ്തു മാത്രം. എന്നാൽ വീണ്ടും അരുളിക്ക സമീപത്തുകൂടെ കടന്നു വരുന്ന സമയത്ത് അവർക്ക് അത്ഭുതകരമായൊരു ബോധ്യം ലഭിച്ചു. എന്റെ ഒരു പ്രതീക്ഷ, നേരത്തെ പറഞ്ഞൊരു കാര്യം, ആരോ എന്റെ കാര്യം കാണുന്നുണ്ട്, ആരോ എന്നെ സഹായിക്കാനായിട്ടുണ്ട്, ആരോ എന്നെ ബലപ്പെടുത്താനായിട്ടുണ്ട്. ഈ ഒരു ബോധ്യം ലഭിച്ചു. ഈ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞപ്പോ അവരൊരു തീരുമാനമെടുത്ത് ഉടനെ വീട്ടിൽ പോകണം, തിരിച്ചു പോകണം. എവിടെ നിന്ന് ഞാൻ വന്നോ അവിടേക്ക് തിരികെ പോകണം. ഒരു സ്ഥലത്ത് നിന്ന് മടുപ്പോടുകൂടെ ഇറങ്ങി വന്ന സ്ത്രീയാണെന്ന് ഓർക്കണം. ഒരു ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്തൊരു വ്യക്തിയാണെന്ന് ഓർക്കണം. ഇവിടെ എങ്ങനെയോ ഇറങ്ങി ഇവിടെ നടക്കുന്ന ശുശ്രൂഷയിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയാതെ പങ്കുചേർന്നൊരു വ്യക്തിയാണെന്ന് ഓർക്കണം. അതുപോലുള്ള ഒരു വ്യക്തി അവിടെ ഉണ്ട് എന്ന് ശുശ്രൂഷ നയിക്കുന്ന വ്യക്തിക്ക് പോലും അറിയാൻ പാടില്ല. പക്ഷേ ദൈവത്തിനറിയാമായിരുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരവർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരൊരു കാര്യം ചെയ്തു. എന്താ? ദൈവത്തിന്റെ വചനത്തിന് ശ്രദ്ധ കൊടുത്തു. ദൈവത്തിന്റെ വചനത്തിന് ശ്രദ്ധ കൊടുത്തു. ജീവിതം തന്നെ മാറിപ്പോയി. പിന്നീട് പലപ്പോഴും ദൂരെ നിന്ന് ജീവിത പങ്കാളിയും മക്കളും ഒക്കെ ആയിട്ട് ഇവിടെ നൊവേനയിൽ പങ്കെടുക്കാനായിട്ട് അവർ വരുമായിരുന്നു. അത്ഭുതത്തോടുകൂടെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോഴുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നാളുകളോളം വരുമായിരുന്നു. ഒരിക്കൽ കണ്ടപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾ എന്താരംഭിച്ചാലും ഈ ദേവാലയത്തിൽ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ ആരംഭിക്കുകയുള്ളൂ. ഒന്നോർക്കണം പ്രിയപ്പെട്ടവർ, ഉത്കണ്ഠ നമ്മളിങ്ങനെ പിടികൂടുമ്പോ, അസ്വസ്ഥത നമ്മളെ പിടികൂടുമ്പോ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കർത്താവിന്റെ വചനത്തിന് ചെവി കൊടുക്കാനായിട്ട് തയ്യാറാകണം. സമാനമായ രീതിയിൽ ഇവിടെ ഒരു വചനഭാഗമില്ലേ? അത് യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 1 മുതൽ 14 വരെ. യോഹന്നാന്റെ സുവിശേഷം 5:14. നിങ്ങളുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ചോർത്ത് ധ്യാനിച്ച് നിരാശയിൽ കൂപ്പുകുത്തുമ്പോൾ ഈ വചനഭാഗം ഒന്ന് എടുത്ത് വായിക്കണം. നിങ്ങൾക്ക് യൂട്യൂബ് എടുത്തു നോക്കിയാൽ ഇതേ പ്രസംഗം അവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ പറഞ്ഞ വചനഭാഗങ്ങളൊന്ന് എഴുതിയെടുത്ത് വെച്ചൊന്ന് വായിക്കുക. ഉറപ്പായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു പ്രിയപ്പെട്ടവരെ, ദൈവം അനുഗ്രഹിക്കും. എന്താണ് ആ ഭാഗത്ത്? പരിചിതമായ ഭാഗമാണ്. ബെത്സദ എന്നു പേരുള്ള കുളക്കരെ കിടന്നൊരു മനുഷ്യന്റെ സൗഖ്യം. എത്ര വർഷം കിടന്നു എന്നാ പറയണത്? 38 വർഷം. യേശുവിന്റെ പ്രായം പോലും 33 വയസ്സ് മാത്രമാണ്. അല്ല, ഈ മനുഷ്യൻ കിടന്നത് 38 വർഷമാണ്. അവൻ തനിക്ക് സൗഖ്യം ഉണ്ടാകുമെന്ന് വിചാരിച്ച് കാത്തു കിടക്കാനായിട്ട് തയ്യാറായി. അതവന്റെ ജീവിതത്തില് വലിയ വ്യത്യാസം ഉണ്ടായി.
പ്രതീക്ഷയും പ്രത്യാശയും നഷ്ടപ്പെട്ട ജീവിതം, വിവിധ കാരണങ്ങൾ കൊണ്ട് കലുഷിതമായൊരു ജീവിതം. എന്നാൽ അവൻ ചെയ്ത കാര്യം എന്താണ്? നഷ്ടപ്പെട്ട പ്രതീക്ഷയിൽ യേശുവിനെ പ്രവർത്തിക്കാനായിട്ട് അനുവദിച്ചു. വെറുതെ ഉയർത്തി ഒന്ന് പറയാവോ? ഹല്ലേലൂയാ. ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ടവരെ, കേൾക്കുക, കർത്താവ് സംസാരിക്കുന്നുണ്ട്. കേൾക്കുക, കർത്താവ് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ടാ വചനത്തിൽ പറഞ്ഞത്, എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക, എന്റെ മൊഴികൾക്ക് ചെവി തരിക, നിന്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് അത് മാഞ്ഞു പോകാതിരിക്കട്ടെ. ഹൃദയത്തിൽ എപ്പോഴും വചനത്തെ കാത്തു സൂക്ഷിക്കാനായിട്ട് തയ്യാറാകുക. ഹൃദയത്തിൽ എപ്പോഴും വചനത്തെ കാത്തു സൂക്ഷിക്കാനായിട്ട് തയ്യാറാകുക. D.L. മൂഡി എന്ന് പറയുന്ന ഒരു സുവിശേഷ പ്രസംഗകനുണ്ട്. ഒരു പ്രൊട്ടസ്റ്റന്റുകാരനാണ്, പക്ഷെ ശക്തനായ വചനപ്രഘോഷകനായിരുന്നു അദ്ദേഹം. D.L. മൂഡി. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും വളരെ പ്രശസ്തമാണ്, പുസ്തകങ്ങളും വളരെ പ്രശസ്തമാണ്. അപ്പൊ ഒരിക്കല് ആഫ്രിക്കയില് ഈ മനുഷ്യൻ വചനപ്രഘോഷണത്തിനായിട്ട് പോയി. ആഫ്രിക്കയിൽ വചനപ്രഘോഷണത്തിന് പോയ അവസരത്തിൽ അദ്ദേഹത്തിന്റെ സുഹൃത്ത്, നിരീശ്വരവാദിയായ മനുഷ്യൻ, കപ്പലിൽ ഇയാളെ കയറ്റി അയക്കുന്നതിന് മുമ്പ് അയാളോടൊരു കാര്യം പറഞ്ഞു. താൻ മതം മാറ്റാൻ വേണ്ടി പോവുകയാണ്, അല്ലെങ്കിൽ ഇത്രയും പണം ചെലവഴിച്ച് ഇങ്ങനെ ഒരു യാത്ര ചെയ്യേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ? താൻ പ്രസംഗിക്കാൻ പോകുന്നതല്ലേ? പ്രസംഗിക്കാൻ പോയിട്ട് അവിടെ ചെന്നിട്ട് എന്താ പറയണത്? ഈ പ്രസംഗം കേട്ട് ഞങ്ങളുടെ കൂടെ വന്നാൽ നിങ്ങൾക്ക് ആഹാരത്തിനുള്ള പണം തരാം, ഭക്ഷിക്കാനുള്ള വസ്തുക്കൾ തരാം. ഇതല്ലേ താൻ പ്രസംഗിക്കാൻ പോകുന്നത്? ഈ മനുഷ്യൻ അതെല്ലാം ശ്രദ്ധയോടെ കേട്ടു. എന്നിട്ട് പറഞ്ഞു, അവരെ പറഞ്ഞു പറ്റിക്കും, മറ്റു പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞു പറ്റിക്കാൻ തുടങ്ങും. ഇതെല്ലാം കഴിഞ്ഞപ്പോ ഈ D.L. മൂഡി എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ മുമ്പിലേക്ക് വന്ന ആളോടൊരു കാര്യം പറഞ്ഞു. ഞാൻ പോകുന്നത് ആശയങ്ങൾ പ്രസംഗിക്കാനോ അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ കൊടുക്കാനോ അല്ല, മറിച്ച് ദൈവത്തിന്റെ വചനം പറയാൻ വേണ്ടിയിട്ടാ പോണത്. അപ്പൊ അയാൾ ചോദിച്ചു, ഈ ദൈവത്തിന്റെ വചനം, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വചനത്തിന്റെ പ്രത്യേകത എന്താണ്? അപ്പൊ വചനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അയാൾ പറഞ്ഞില്ല, മറിച്ച് ബൈബിളിൽ ഒരു വചനഭാഗം എടുത്തു കൊടുത്തിട്ട് അത് വായിക്കാൻ പറഞ്ഞു. ആമുഖമായിട്ട് പറഞ്ഞു, ഇത് അക്ഷരങ്ങളോ വാക്കുകളോ വാചകങ്ങളോ ആശയങ്ങളോ അല്ല. പുസ്തകത്താളുകളിൽ അങ്ങനെ അച്ചടിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും, പ്രചോദനാത്മകമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. പക്ഷേ ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല. അയാൾ ചോദിച്ചു, പിന്നെ എന്താ? അതാണ് താങ്കൾക്ക് അവിടെ വായിക്കാൻ പറ്റുന്നത്. എന്താണത്? ഹെബ്രായ ലേഖനം 4-ാമത്തെ അധ്യായത്തിന്റെ 10 മുതലുള്ള തിരുവചനങ്ങളാണ്. ദൈവവചനത്തിന്റെ വ്യാഖ്യാനം അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ നിർവചനമാണ് അവിടെ എഴുതി ചേർത്ത് വെച്ചിരിക്കുന്നത്. എന്താണ് അവിടെ എഴുതി ചേർത്ത് വെച്ചിരിക്കണത് എന്നറിയാവോ? അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്, സന്ധിബന്ധങ്ങളെയും കോശങ്ങളെയും രക്തധമനികളെയും തുളച്ചു കയറുന്നതാണ്, വിചാരങ്ങളെയും വികാരങ്ങളെയും വിവേചിച്ചറിയുന്നതാണ്. ഇതാണ് വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം. ഈ മനുഷ്യനത് വായിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ആഫ്രിക്കയിൽ പോവുകയാണ്, ഇനി 2 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരികയുള്ളൂ. 2 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഈ പ്രൊട്ടസ്റ്റന്റുകാരനായ ഈ പാസ്റ്റർ ദേവാലയത്തിലേക്ക് ചെന്നപ്പോ, പള്ളി ചെന്നപ്പോ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയുണ്ട്. എന്താണെന്നറിയാവോ കാഴ്ച? തന്നെ അന്ന് വിമർശിച്ചവൻ ഇതാ ശുശ്രൂഷയുടെ മുൻനിരയിൽ നിന്നുകൊണ്ട് കരമുയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കോളേജിലൊരു പ്രൊഫസറാണ്. കാര്യം ചോദിച്ചപ്പോ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഈ പുസ്തകം വായിക്കാൻ തുടങ്ങി, ആ പുസ്തകത്തിന്റെ ആശയങ്ങൾ മനസ്സിലാക്കാനായിട്ട് തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് മറ്റെന്തോ ആണ്, അതെന്റെ ജീവിതത്തെ ബലപ്പെടുത്തി. ചേർന്നെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടേറ്റ് പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു വെല്ലുവിളി നിങ്ങളോട്. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഹൈന്ദവ സഹോദരങ്ങളുണ്ടോ? ഇല്ല. കയ്യൊന്നും പൊക്കണ്ട. നമ്മളെല്ലാവരും നല്ല കത്തോലിക്കരാണല്ലോ. നല്ല മാമോദീസ വെള്ളം തലയിൽ വീണ പേര് പറഞ്ഞ കത്തോലിക്കരാണ് ഇവിടെ ഇരിക്കുന്നത്, അല്ലെ? ഒരു സംശയവുമില്ല. നല്ല പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ചവരുണ്ട്. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത് നല്ല പേരുള്ള ഒരു കത്തനാരുമാണ്. ഇനി എനിക്കും നിനക്കും നമുക്കെല്ലാവർക്കും ബാധകമായ ഒരു വെല്ലുവിളി. ഇപ്പോ
എൻ്റെ കൂടെ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന പോള്, അദ്ദേഹം ഹൈന്ദവനായൊരു സഹോദരനാണ്. പിന്നീട് ദൈവത്തെ അറിഞ്ഞ് കർത്താവിനെ പ്രഘോഷിച്ച ഒരു വ്യക്തിയാണ്. ചിലപ്പോൾ നിന്ന് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഏകദേശം ഒരു 7 കൊല്ലമായിട്ട് എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നമ്മളെല്ലാവരും പാരമ്പര്യ കത്തോലിക്ക കുടുംബത്തിലുള്ള വ്യക്തികളാണ്, അല്ലെ? ഇനി എന്റെ ചോദ്യം ഇതാണ്. ഇപ്പൊ എനിക്ക് വയസ്സ് 46. എന്നോട് നാളുകൾക്ക് മുമ്പ് ഇതുപോലെ അക്രൈസ്തവയായ ഒരു വ്യക്തി, ഒരു പെങ്കൊച്ച്, അവൾ മാമോദീസൊക്കെ സ്വീകരിച്ചു, ക്രിസ്ത്യാനിയായി. നാളുകൾ കഴിഞ്ഞപ്പോൾ എന്നെ കണ്ടപ്പോ, ഉന്നതമായ ബിരുദമുള്ളൊരു കുട്ടിയാണ്, അവൾ എന്നോടൊരു സംശയം ചോദിച്ചു. സംശയിക്കുന്ന, അച്ഛൻ എത്ര പ്രാവശ്യം ഈ ബൈബിള് പൂർണ്ണമായിട്ട് വായിച്ചിട്ടുണ്ട്? എന്റെ ഭാഗ്യത്തിന് അന്നത്തെ എന്റെ ഭാഗ്യത്തിന് 4 തവണ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു 4 തവണ വായിച്ചിട്ടുണ്ട്, നുണ പറയേണ്ടതായിട്ട് വന്നില്ല. ഇനി അടുത്ത ചോദ്യമല്ല, അവളിങ്ങനെ പറയുകയാണ്. അവൾ പറഞ്ഞു, ഞാൻ എല്ലാ വർഷവും കുറഞ്ഞതൊരു 3 തവണയെങ്കിലും ബൈബിള് വായിക്കും. എത്ര തവണ? 3 തവണ. ഞാൻ എന്റെ ജീവിതത്തിൽ 4 തവണയെ വായിച്ചിട്ടുള്ളൂ. പെങ്കൊച്ച് എല്ലാ വർഷവും 3 തവണ ഇത് പൂർണ്ണമായിട്ട് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള 73 ഗ്രന്ഥങ്ങൾ ഇരുന്ന് വായിക്കുകയാണ് കേട്ടോ, ഓർക്കണം. ഇതിരുന്ന് വായിക്കാറുണ്ട്. ഇത് വലിയൊരു ഭക്ഷണം പോലെയാണ് അനുഭവപ്പെടുന്നത്. എന്നിട്ട് അവള് പറഞ്ഞത്, ഞാൻ ചെയ്യുന്നൊരു പ്രാക്ടീസ് ഉണ്ട്, എല്ലാ ദിവസവും ഒരു വചനം മനഃപ്പാഠമാക്കും. അവൾക്ക് ഒരു വേറെ സ്ഥലത്ത് നിന്ന് കിട്ടിയ ഒരു ആശയമാണ്, ഒരു സഹോദരനിൽ നിന്ന് കിട്ടിയ ഒരു ആശയമാണ്. അറ്റ്ലീസ്റ്റ് എന്റെ പ്രായത്തിനനുസരിച്ചുള്ള വചനങ്ങളെങ്കിലും മനഃപ്പാഠമാക്കണമെന്ന്, പ്രായത്തിനനുസരിച്ച്. അപ്പൊ എന്നോട് ചോദിച്ചു, അന്ന് എന്റെ പ്രായത്തിനനുസരിച്ച് അവൾ വചനം ചോദിച്ചു. അന്ന് എന്റെ പ്രായം 35. അപ്പോ എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, 35 വചനം പറയാൻ പറ്റുമോ? ഉറപ്പായിട്ടും പറയാൻ പറ്റൂലേ? ഉറപ്പായിട്ടും പറയാൻ പറ്റും 35 വചനം. അങ്ങനെ വചനം പറഞ്ഞു തുടങ്ങിയപ്പോ അവക്ക് മനസ്സിലായി, ഇങ്ങർക്ക് എവിടെയോ ഒരു കള്ളത്തട്ടിപ്പുണ്ടെന്ന്. അപ്പോൾ എന്നോടൊരു കാര്യം കൂടെ ചോദിച്ചു, അച്ചോ, വെറുതെ വചനം പറഞ്ഞാൽ പോരാ, അതിന്റെ റഫറൻസും കൂടെ പറയണം. റഫറൻസ് ഏത് പുസ്തകത്തിൽ നിന്ന്, ഏത് ഭാഗത്തുനിന്ന്. ഞാൻ തുറന്നു പറയട്ടെ പ്രിയപ്പെട്ടവരെ, 20 വചനം കഴിഞ്ഞപ്പോ നമ്മുടെ പരിപാടി പൂട്ടി. ഞാൻ ആയുധം വെച്ച് കീഴടങ്ങി. 20 വചനം കഴിഞ്ഞപ്പോ നമ്മുടെ വെടിക്കല്ല് തീർന്നു. വചനമൊക്കെ അറിയാം, ഏത് ഭാഗത്ത് എവിടെ നിന്ന് എന്ന് മാത്രമല്ല, എന്തിനു വേണ്ടിയിട്ട് പറയുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോടൊരു ചോദ്യം, നമ്മളോട് എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ദൈവത്തിന്റെ ജീവനേകുന്ന വചനം എന്തുമാത്രം നമ്മൾ വിശ്വസിക്കുന്നുണ്ട്? ഈ പ്രതിസന്ധികളും ഈ പ്രശ്നങ്ങളും ദൈവത്തിന്റെ വചനത്തിന് ശ്രദ്ധ കൊടുക്കുക, അതിനെ പൂർണ്ണമായിട്ട് സ്വീകരിക്കാനായിട്ട് തയ്യാറാകുക, അതിനു വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാൻ തയ്യാറാകുക. ഇപ്പൊ 75 വയസ്സ് കഴിഞ്ഞവരുണ്ട്, 25 വയസ്സ് കഴിഞ്ഞവരുണ്ട്, 14 വയസ്സ് കഴിഞ്ഞവരുണ്ട്. കൈയൊന്നും പൊക്കണ്ട. വ്യക്തിപരമായിട്ട് ചോദിക്കുക, എത്ര വചനം നിങ്ങൾക്ക് മനഃപ്പാഠമാക്കാൻ സാധിക്കുന്നുണ്ട്? ഏതെങ്കിലും പ്രതിസന്ധിയുടെ സമയത്ത് ഹൃദയത്തിൽ വചനമുണ്ടായുള്ള ഗുണം എന്താണെന്നറിയാവോ? അത് നമ്മളെ ശക്തിപ്പെടുത്തും, അത് നമ്മളെ ബലപ്പെടുത്തും. ഏത് പ്രതിസന്ധിയുടെ സമയത്തും അത് നമ്മളെ രക്ഷിക്കും. നമ്മൾ വിചാരിക്കാത്തതിനേക്കാളും അപ്പുറം ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നസ്രയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കൂടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹോദരനുണ്ട്. കുറച്ചു കാലം മുമ്പ് അദ്ദേഹം മരിച്ചു. ബ്രദർ പറഞ്ഞൊരു അനുഭവമുണ്ട്, വ്യക്തി ജീവിതത്തിലൊരു അനുഭവം. ഒരു പള്ളിയില്, മലബാറിലൊരു പള്ളിയിൽ ഇങ്ങനെ ധ്യാനിപ്പിക്കാനായിട്ട് പോയ സമയത്ത്, രാവിലെയാണ് ധ്യാനം. ഈ ധ്യാനം തുടങ്ങിയ സമയത്ത് അദ്ദേഹം വചനം പറഞ്ഞു തുടങ്ങി ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞപ്പോ ഒരു ചേട്ടൻ മുമ്പിരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഇത് കണ്ടപ്പോ ഈ മനുഷ്യന് വിഷമമായി. ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ ഇരുന്ന് ഉറങ്ങല്ലേ, നമ്മൾ കർത്താവിന്റെ വചനമല്ലേ കേൾക്കണത്. അപ്പൊ ഇയാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അതൊന്നും പറയേണ്ട ആവശ്യമില്ല, എനിക്ക് വചനമൊക്കെ അറിയാം, ഞാൻ കുറെ കാലമായി കേൾക്കുന്നത്. തമാശയാണോ ഇതാണെന്ന് അറിഞ്ഞുകൂടാ. ബ്രദർ പറഞ്ഞൊരു കാര്യമാണ്. കേട്ടപ്പോ ഉള്ളില് ചിരിയാ വന്നത്, വേറെ ഒന്നുമല്ല. എന്നാൽ അന്നത്തെ ദിവസം ഈ ബ്രദർ സംസാരിച്ചുകൊണ്ടിരുന്നത് നല്ല സമറിയക്കാരന്റെ ഉപമയായിരുന്നു. എന്നാൽ ഞാൻ പറഞ്ഞ നല്ല സമറിയക്കാരന്റെ ഉപമ എന്താന്ന് പറയാൻ പറഞ്ഞു. ഈ ചേട്ടൻ എഴുന്നേറ്റ് ഉപമ പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിന്റെ വേർഷൻ എന്താ ഉപമയെന്നറിയാവോ? ഒരാൾ ജെറുസലേമിൽ നിന്ന് ജെറീക്കോ വഴി യാത്ര ചെയ്യുകയായിരുന്നു. പോകുന്ന വഴിയിൽ കള്ളന്മാർ ആക്രമിച്ചു. ശരീരം തുണ്ടം തുണ്ടമായി അവിടെയെല്ലാം ചെതറി വീണു. അങ്ങനെ കാക്കകൾ വന്നത് കൊത്തിക്കൊണ്ടുപോയി. ചിലത് മുള്ളുകളുടെ ഇടയിൽ വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് നല്ല നിലത്ത് വീണു. ബാക്കി വന്നത് ശേഖരിച്ചപ്പോ 12 കുട്ട നിറയെ ഉണ്ടായിരുന്നു. ഇനി വേറെ എങ്ങൊന്നും പോകാഞ്ഞ ഭാഗ്യമായി. നമ്മളോടും ചില വചനങ്ങൾ ചോദിച്ച് ഇതുപോലെ പറയേണ്ടതായിട്ട് വരും. ഇവിടെ എഴുതി വച്ചിരിക്കുന്ന വചനം എന്തുമാത്രം ശ്രദ്ധയോടുകൂടെ സ്വീകരിക്കാം. ഒരൊറ്റ വചനം ഒരു ദിവസം
മനഃപ്പാഠമാക്കാനായിട്ട് സാധിക്കും. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക പ്രിയപ്പെട്ടവരൊരു പോസ്റ്റ് കോവിഡ് ഇറ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അവിടെ പ്രതീക്ഷയും പ്രത്യാശയും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മോട്ടിവേഷണൽ ക്ലാസ്സിൽ പോയതുകൊണ്ട് കാര്യമില്ല, മെഡിറ്റേഷന് പോയതുകൊണ്ട് കാര്യമില്ല, ഏതെങ്കിലും ജിമ്മിൽ പോയതുകൊണ്ട് കാര്യമില്ല, ഹെൽത്ത് ഡ്രിങ്ക് കുടിച്ചതുകൊണ്ട് കാര്യമില്ല, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കാര്യമില്ല. നീ ശക്തനാണ്, നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് സ്വയം വിശ്വസിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല. നിന്നെ പടുത്തുയർത്തുന്ന ദൈവത്തിന്റെ വചനത്തെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് തയ്യാറാകുക, ഹൃദയത്തിൽ സൂക്ഷിക്കാനായിട്ട് തയ്യാറാകുക. ഇന്ന് ഈ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക പ്രിയപ്പെട്ടവരെ, അത് ജീവിതത്തിന്റെ നന്മയുള്ള തീരുമാനമായിട്ട് തീരും. ചേർന്ന് പറയാവോ ഹല്ലേലൂയ? സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഭൗതികമായ ഉത്കണ്ഠ നിന്നെ പിടികൂടുമ്പോ കോടികളുടെ കടഭാരമുള്ള ഒരു മനുഷ്യനോട് ധ്യാന അവസരത്തിൽ ധ്യാന ഗുരു പറഞ്ഞ എന്താണെന്നറിയാവോ? നിന്റെ ജീവിതത്തിന്റെ പ്രതീക്ഷകളെ വീണ്ടും ജ്വലിപ്പിക്കാൻ നീ ഒരേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ദൈവം നിന്നോട് പറയുന്നത് എന്താണെന്ന് നീ കേൾക്കുക. കോടികളുടെ കടഭാരമുള്ള മനുഷ്യൻ അവിടെ ഇരുന്നിട്ട് അച്ഛനോട് ചോദിച്ചു, ദൈവം എന്നോട് എന്താണ് അച്ഛോ പറയുന്നത്? അച്ഛൻ ബൈബിൾ എടുത്ത് ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ നിന്റെ പ്രശ്നം എന്താ? അയാൾ ലജ്ജ കൂടാതെ ആൾക്കൂട്ടത്തിനിടെ എന്ന് പറഞ്ഞു, കോടികളുടെ കടഭാരമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, കുടുംബം തന്നെ വലിയൊരു പ്രശ്നത്തിലാണ്, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, നിരാശയിലാണ് മുന്നോട്ട് പോകുന്നത്. അച്ഛൻ ബൈബിൾ ഉയർത്തിപ്പിടിച്ചിട്ടൊരു കാര്യം പറഞ്ഞു, ദൈവത്തിൽ നീ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ 127 സങ്കീർത്തനം നീയും നിന്റെ കുടുംബവും ഇരുന്ന് വായിച്ച് പ്രാർത്ഥിക്കുക. പൊതുവായിട്ട് പറഞ്ഞ കാര്യമാണ് 127 സങ്കീർത്തനം. അപ്പൊ ആ സഹോദരൻ പൊതുവായിട്ട് എന്ന് ചോദിച്ചു, ഈ സങ്കീർത്തനം വായിച്ചാൽ എന്താ ഗുണം? അതിലൊരു വചനഭാഗം മാത്രം കർത്താവ് എടുത്തു പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞു, കർത്താവോട് ചേർന്ന് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ ജോലി വെറുതെയാണ്, കർത്താവോട് ചേർന്ന് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ കാത്തിരിപ്പ് വെറുതെയാണ്, അതിരാവിലെ എഴുന്നേൽക്കുന്നതും കഠിനാധ്വാനം ചെയ്യുന്നതും വൈകി ഉറങ്ങാൻ കിടക്കുന്നതും വെറുതെയാണ്. എന്നിട്ട് 5-ാം വചനം എടുത്തിട്ടൊരു കാര്യം പറഞ്ഞു, എന്താണെന്നറിയാവോ? അവിടത്തെ അന്വേഷിക്കുന്നവർ, അവിടെ നിലായിരിക്കുന്നവർ, അവർ ഉറങ്ങുമ്പോഴും അവർക്ക് വേണ്ടത് ദൈവം നൽകും. പ്രിയപ്പെട്ടവര്, ആദ്യത്തെ ദിവസം വായിച്ചു, 2-ാമത്തെ ദിവസം വായിച്ചു, 3-ാമത്തെ ദിവസം വായിച്ചു, ഒരു വ്യത്യാസമില്ല. പക്ഷേ 1 മാസം തികയുന്നതിന് മുൻപ് അവർക്ക് പ്രത്യാശയുണ്ടായി, കുടുംബത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാകാൻ തുടങ്ങി. കടഭാരം മാറുകയല്ല, പ്രത്യാശയിൽ അവർ ബലം പ്രാപിക്കാൻ തുടങ്ങി. പ്രതിസന്ധി ഭവനത്തിൽ നിന്ന് പോകാൻ തുടങ്ങി. നാളുകൾ കഴിഞ്ഞപ്പോ ഈ കടഭാരം വിട്ടുമാറി. ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വചനമെങ്കിലും നിന്റെ ജീവിതത്തിൽ നീ ഒന്ന് ചേർക്കാനായിട്ട് തയ്യാറാകുക. എപ്പോഴും നിന്റെ ജീവിതത്തിൽ അത് ഉണ്ടാകട്ടെ. നമ്മൾ ആദ്യം കണ്ട വചനം മറന്നു പോകരുത്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിന്റെ 21-22 വചനങ്ങൾ എന്താ എഴുതി വെച്ചിരിക്കണേ എന്നറിയാവോ? നീ വചനത്തെ ശ്രദ്ധിക്കുകയും അതിന് ചെവി കൊടുക്കുകയും അത് നിന്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മായ്ക്കാതിരിക്കുകയും ചെയ്താൽ അതെന്ത് ചെയ്യും? അത് ജീവനും നിന്റെ ശരീരത്തിന് ഔഷധവുമായി തീരും. അത് നിനക്ക് ജീവൻ തരും. നിന്റെ ശരീരത്തിന്, നിന്റെ രോഗാവസ്ഥയ്ക്ക്, നിന്റെ മനസ്സിന്റെ വിഷമങ്ങൾക്ക്, ദുഃഖങ്ങൾക്ക്, ആകുലതകൾക്ക് അത് വലിയൊരു മറുപടിയായിട്ട് തീരാനായിട്ട് ഇടവരും. ഈ ആരംഭ ദിവസം എന്റെ പ്രിയപ്പെട്ടവർ, ആത്മാർത്ഥമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. ഏത് പ്രതിസന്ധിയുടെ മുൻപിലാണോ നമ്മൾ കടന്നു പോകുന്നത്? തളർന്നു പോകേണ്ട ആവശ്യമില്ല. ദൈവം അനുഗ്രഹിക്കും. ദൈവത്തിന്റെ അഭിഷേകം നമ്മുടെ കൂടെ ഉണ്ടാകും. വിശ്വസിക്കണം. ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. എന്താണെന്നറിയാവോ? ഈ ഉത്കണ്ഠയും ആകുലതയും അതിന് മറുപടി കർത്താവിന്റെ വചനമാണ്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മടുപ്പ് വരും. ദൈവം അനുഗ്രഹിക്കുന്നില്ല എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ മനസ്സിലേക്ക് വരും. പ്രാർത്ഥിക്കാൻ തന്നെ ഒരു മടുപ്പ് അനുഭവപ്പെടും. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ഈ മടുപ്പെല്ലാം മാറ്റിവെച്ച് തീഷ്ണതയോടെ തമ്പുരാന്റെ മുമ്പിൽ അപേക്ഷിക്കാൻ തയ്യാറായാൽ
ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരും, നമ്മൾ ആരാധനയിലേക്ക് തുടർന്ന് പ്രവേശിക്കും. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളുടെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന നിങ്ങളോട് ദൈവനാമത്തിൽ ഒരു കാര്യം ഉറപ്പു തരികയാണ്. ഇതേ അൾത്താരയിൽ നിന്ന് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കുമാറ് അത്ഭുതകരമായ ഒരു അനുഗ്രഹം കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കും. മനതീർത്തി ഒന്ന് പറയാവോ? ഹല്ലേലൂയാ. ഈശ്വരത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അച്ഛനെന്താ ഉറപ്പ്? ഇവിടെ ഇരിക്കുന്ന പലരും ചോദിക്കുന്നുണ്ട്, അച്ഛനെന്താ ഉറപ്പ്? ആവേശപ്പുറത്ത് ഇങ്ങനെയെന്ന് വേണമെങ്കിൽ പറയാൻ പാടില്ലേ? ഇല്ല. ദൈവത്തിന്റെ വചനം ഉറപ്പ് തരികയാണ്. ദൈവത്തിന്റെ വചനം ഉറപ്പ് തരികയാണ്. മർക്കോസിന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിന്റെ 24-ാം തിരുവചനം. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 11-ാമത്തെ അധ്യായത്തിന്റെ 24-ാം തിരുവചനം നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. എന്താണ് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? നീ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും നിനക്ക് ലഭിച്ചിരിക്കും. കണ്ടീഷണൽ ക്ലോസ് അല്ല, ലഭിക്കുമായിരിക്കും എന്നല്ല പറയണത്. നീ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും നിനക്ക് ദൈവം തന്നിരിക്കും. അതെന്ത് തന്നെയാകട്ടെ, എന്ത് തന്നെയാകട്ടെ, അത് തന്നിരിക്കും. കർത്താവ് ഉറപ്പിച്ച് നമ്മളോട് പറയുക. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇവിടെ ഇന്നത്തെ ദിവസം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത് ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നിരിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഒരു 4-5 ദിവസം മുമ്പ് എന്റെ സുഹൃത്തായി വിദേശത്ത് ജോലി ചെയ്യുന്ന സുഹൃത്തായ ഒരച്ഛൻ, അദ്ദേഹം സ്പെയിനിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ മെക്സിക്കോയിൽ പോയ സമയത്ത് അച്ഛനുണ്ടായ ഒരു അനുഭവം വ്യക്തിപരമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ എന്നോട് പറഞ്ഞു. ഒരു സഹോദരനെ കൊണ്ട് എന്നോട് സംസാരിപ്പിച്ചു. ഒന്നും മനസ്സിലായില്ല, സ്പാനിഷ് ഭാഷയിലാണ് പറയണത്. പക്ഷേ ആ സഹോദരന് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട്, ഇന്ത്യയിലുള്ള ഒരു അച്ഛനാണെന്ന് പറഞ്ഞതുകൊണ്ട് സംസാരിപ്പിച്ചതാണ്. എന്താ കാര്യമെന്നറിയാവൂ? അതിനുശേഷം അച്ഛൻ പറഞ്ഞത് കേട്ടപ്പോ അത്ഭുതപ്പെട്ടു പോയി. ഇന്റർനെറ്റിൽ പിന്നീട് പരതി നോക്കിയപ്പോ സംഭവം ശരിയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാനൊരു പേപ്പറിൽ എഴുതിയെടുത്തു. ഇന്റർനെറ്റിൽ അത് വായിച്ചു നോക്കിയപ്പോൾ കൃത്യമായിട്ട് അവിടെ അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ദേവാലയത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കാനായിട്ട് പോയ സമയത്ത് പരിചയപ്പെട്ടതാണ്. 3 പേരുടെ പേരാണ് പിന്നീട് വായിക്കാനിട വന്നത്. അതിലൊരു സുഹൃത്താണ് എന്നോട് സംസാരിച്ചത്. ഒരാളുടെ പേര് ഇങ്ങനെയാണ്, ജീസ് വിദാന. വേറൊരാളുടെ പേര് സാൽവദോർ ഡൊണാറ്റസ്, ലൂസിയ റെൻസൺ. എന്താ ഇവരുടെ പേരിന്റെ പ്രത്യേകത എന്നുള്ളതല്ല, അവർക്കുണ്ടായ ഒരു അനുഭവമാണ് വലിയൊരു പ്രത്യേകത. മെക്സിക്കോയിലെ മത്സ്യത്തൊഴിലാളികളായിരുന്നു 3 പേര്. പ്രിയപ്പെട്ടവരെ, മത്സ്യം പിടിക്കാനായിട്ട് കടലിൽ പോയി. അവിടെ വെച്ച് അവർ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ബോട്ട് കേടായിപ്പോയി. അത് വീണ്ടും നന്നാക്കാനായിട്ട് പറ്റുന്നില്ല. ഭീകരമായൊരു അവസ്ഥാവിശേഷം. ആരെയും കാണുന്ന ഉൾക്കടലിലാണ്. പിന്നീട് സംഭവിച്ചത്, അവർക്ക് ഈ മെയിൻ ലാൻഡുമായിട്ടുള്ള ബന്ധവും നഷ്ടപ്പെട്ടു പോയി. ഈ കടലില് ഇങ്ങനെ ഈ ബോട്ട് ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. ഞാൻ വായിച്ചപ്പോഴും അച്ഛൻ പറഞ്ഞൊരു കാര്യം ഇതാണ്: 2005 ഒക്ടോബർ 9 മുതൽ 2006 ഓഗസ്റ്റ് 9 വരെ, ഏകദേശം 10 മാസം. 2005 ഒക്ടോബർ മുതൽ 9-ാം തീയതി മുതൽ 2006 ഓഗസ്റ്റ് 9-ാം തീയതി വരെ അവർ ഈ കടലിൽ തന്നെയായിരുന്നു. ഭക്ഷണം, അതിലുണ്ടായിരുന്ന ഭക്ഷണമൊക്കെ കഴിച്ചു. ഈ മീനൊക്കെ പിടിച്ചിട്ട് ചുട്ടു തിന്നു. കുറെ കാലം കഴിഞ്ഞപ്പോ ഭയപ്പാടും ആകുലതയൊക്കെ ആയി. ആകെ ഉണ്ടായിരുന്ന ആശ്രയം എന്താണെന്നറിയാവോ? കൊന്ത ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് അവർ ഉറക്കെ ബൈബിള് വായിക്കും. കുറെ ദിവസം കഴിഞ്ഞപ്പോ ഈ ഉപ്പുവെള്ളമൊക്കെ വന്നിട്ട് ആകെ പ്രശ്നമാണ്. അവർക്ക് ദൈവത്തിന്റെ ഒരു അരുളപ്പാട് ലഭിച്ചൊരു അനുഭവമുണ്ട്. വെള്ളം കുടിക്കാൻ സാധിക്കാതെ ഇങ്ങനെ ദാഹിക്കുന്നതിനിടയിൽ ഒരു സഹോദരൻ ബൈബിള് വായിച്ചിട്ട് തൊണ്ട വരണ്ടു പോകുന്നതിനിടയിൽ അയാള് ഇങ്ങനെ അസ്വസ്ഥപ്പെട്ട് പറയുന്നു, എനിക്ക് ദാഹിക്കുന്ന, ഒരു തുള്ളി വെള്ളമെങ്കിലും കിട്ടണം. അപ്പൊ വിഷമിച്ച് കൂടെ ഉണ്ടായിരുന്നൊരു സഹോദരൻ ഇങ്ങനെ ആകാശത്തേക്ക് കൈവിരിച്ചു പിടിച്ചിട്ട് പറയുകയാണ്, ഒന്നും മഴ പെയ്തിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു.
ഈ അച്ഛൻ പറഞ്ഞൊരു കാര്യം, അവരങ്ങനെ പറഞ്ഞ അവസരത്തിൽ അത്ഭുതം സ്ഫുരിക്കുന്ന ഒരു അനുഭവം എന്താണെന്നറിയാവോ? വലിയൊരു മഴ അവിടെ പെയ്തു. അവർ ഈ വെള്ളമെല്ലാം ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഈ മഴവെള്ളം കുടിച്ച്, ശുദ്ധജലമാണല്ലോ, അത് കുടിച്ച പിന്നീട് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് മഴ പെയ്യും. അങ്ങനെ ഓരോരോ സമയത്ത് ദൈവത്തിന്റെ ഇടപെടല്. ഒരു കുറവ് അവർക്ക് അനുഭവപ്പെടാനായിട്ട് ഇടവന്നില്ല. പുതിയൊരു അനുഭവം അവർക്കുണ്ടാകുകയാണ്. സാധാരണ ഇത്രയും കാലം മനുഷ്യരുമായി ബന്ധമില്ലാതെ ജീവിക്കുന്ന വ്യക്തികള് മാനസികമായിട്ട് തളർന്നു പോകും. അവരുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാകും. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടായില്ല. അവർ ബലം പ്രാപിക്കാൻ തുടങ്ങി. ഈ 2006 ഓഗസ്റ്റ് 7 ദൂരെ പോയൊരു കപ്പല്, ഇവരൊരു അടയാളവും കാണിച്ചില്ല. ഇങ്ങനൊരു ബോട്ട് വിദൂരത്ത് കിടക്കണത് കണ്ട് അവര് സമീപത്തേക്ക് വന്നപ്പോഴാണ് ഈ മനുഷ്യന്മാരെ കണ്ടത്. ദിവസവും മാസവും വർഷവും ഒക്കെ അവർ മറന്നുപോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചോദിച്ചു പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഇത്രയും ദിവസമായി ഒരു കടലിൽ അത്ഭുതകരമായ ഒരു അനുഭവം. ഇവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞൊരു കാര്യം ഇതാണ്: ഞങ്ങളെ രക്ഷിച്ചത് ദൈവമാണ്. ഈ 3 പേരും ജീവനോടുകൂടെ, ഒരു ഡോക്ടറിന്റെ പരിശോധന പോലും വേണ്ടി വന്നില്ല. അത്രമാത്രം ആരോഗ്യ ദൃഢഗാത്രന്മാരായ വ്യക്തികൾ. ഈ അടുത്ത കാലത്ത് നമ്മൾ വായിച്ചില്ലേ, വല്ലാർപാടം പള്ളിയിൽ ഒരു മനുഷ്യൻ വന്ന് സാക്ഷ്യപ്പെടുത്തിയത്, വലിയ ബോംബെയില് മുംബൈയില് വലിയൊരു അപകടം ഉണ്ടായപ്പോ അത്ഭുതകരമായിട്ട് മാതാവ് ഇങ്ങനെ മാധ്യസ്ഥം ഇടപെട്ട് അത്ഭുതകരമായി രക്ഷിച്ചൊരു അനുഭവം. അച്ഛനോട് സംസാരിച്ചപ്പോ ഒരു കാര്യം പറഞ്ഞു: ഞാൻ ഒരുപാട് യുക്തിക്ക് പ്രാധാന്യം കൊടുത്തൊരു വൈദികനാണ്. ഈ ബൈബിളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ 100% സംഭവിക്കുമെന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. വെറും സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ വിശ്വാസം എന്നെ ബലപ്പെടുത്തി. ഈ കൊറോണ ആരംഭിച്ച സമയത്ത് ഞങ്ങളുടെ പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത്. എന്റെ വിശ്വാസ ജീവിതത്തിലും വലിയൊരു പ്രതിസന്ധി ഉണ്ടായി. വിശുദ്ധ ബലി വ്യക്തിപരമായിട്ട് അർപ്പിക്കുമ്പോഴും ഞാൻ പലപ്പോഴും തളർന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇവർ പറഞ്ഞപ്പോ എനിക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി: ദൈവം ഇടപെടും, ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം വ്യക്തമായിട്ട് ഓർക്കുക: അവിടെ നിന്ന് ബലപ്പെടുത്തും, അവിടെ നിന്ന് കൃപ കൊണ്ട് നിറയ്ക്കും. ദൈവത്തിന്റെ മുമ്പിൽ ആയിരിക്കുക. വചനം ഓർമ്മപ്പെടുത്തുന്നു, യെശയ്യായുടെ പുസ്തകം 40:29. യെശയ്യായുടെ പുസ്തകം 40:29. തകർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് അവിടുന്ന് ശക്തി പകരുകയും ചെയ്യും. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് അവിടുന്ന് ശക്തി പകരുകയും ചെയ്യും. ഇനി എന്താണ് വരാനിരിക്കുന്നതിനെ കുറിച്ച് ആകുലപ്പെടുന്നുണ്ടോ? നിന്റെ പഠനത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, അവരുടെ ഭാവിയെക്കുറിച്ച്, അവരുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച്, അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒക്കെ ആകുലപ്പെടുന്നുണ്ടോ? വചനം പറയുന്നു, സുഭാഷിതങ്ങളുടെ പുസ്തകം 23:18 ഇപ്രകാരമാണ്: തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, നിന്റെ പ്രതീക്ഷയ്ക്ക് ഒരിക്കലും ഭംഗം നേരിടുകയില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിസ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുടുംബ തകർച്ചയിലും ബിസിനസ് തകർച്ചയിലും സാമ്പത്തിക പ്രതിസന്ധിയിലുമാണോ? ഉത്കണ്ഠയും നിരാശയും നിന്നെ പിടികൂടിയിട്ടുണ്ടോ? ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട വചനം സെഫാനിയയുടെ പുസ്തകം 3:17 വചനം പറയുന്നു: നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്, നിന്നെക്കുറിച്ച് അവിടുത്തെ അതിയായി ആഹ്ലാദിക്കും. നിനക്ക് അവിടുന്ന് വിജയം തരും, നിന്നെ അവിടുന്ന് ബലപ്പെടുത്തും. നിന്റെ ജീവിതത്തിൽ മധ്യത്തിലുണ്ട് അവിടുന്ന്. ഏത് പ്രതിസന്ധിയുടെ മുനമ്പിലും അവിടുന്ന് ശക്തമായിട്ടുണ്ട്. അതുകൊണ്ട് നീ സന്തോഷിച്ചു കൊള്ളുക. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ധ്യാനത്തിന്റെ പ്രാരംഭ ദിവസം പ്രതീക്ഷ കൊണ്ട് നമ്മുടെ മനസ്സുകളെ നമുക്ക് ബലപ്പെടുത്താം. എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ സങ്കടം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഈ ദേവാലയത്തിലേക്ക് നിങ്ങൾ വന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഭൗതികമായ ഉത്കണ്ഠ തന്നെയാണ്. ഈ ഉത്കണ്ഠകൾക്ക് അവിടുന്ന് മറുപടി തരും. ചോദിക്കുമ്പോൾ കൃത്യസമയത്ത് ഇടപെട്ട് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയുള്ള കൃപകൾ കർത്താവ് ഈ ദിവസങ്ങളിൽ സമൃദ്ധമായിട്ട് നൽകും. വളരെ എന്ന് പറയാവോ? ഹല്ലേലൂയാ. സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ.
ഒരു വചനം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വിചിന്തനം അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ പക്കൽ വളരെ ബുദ്ധിപരമായിട്ട് പ്രാർത്ഥിക്കണം, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ താല്പര്യത്തെ, നമ്മുടെ താല്പര്യത്തെ, നമ്മുടെ ആസക്തിയെ, അതോടൊപ്പം തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഭൗതികമായ നിയോഗങ്ങളല്ല ചോദിക്കേണ്ടത്. മറിച്ച് കർത്താവിന്റെ ഒരു പ്രാർത്ഥനയുടെ ഒരു അനുഭവമുണ്ട്. അത് സുഭാഷിതങ്ങളുടെ പുസ്തകം 30-ാമത്തെ അധ്യായത്തിന്റെ 7-ഉം 8-ഉം തിരുവചനം ബൈബിളിലെ ഏറ്റവും ശക്തമായൊരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ദൈവത്തിന് നിരസിക്കാൻ പറ്റുകയല്ല. വീട്ടിൽ ചെന്നിട്ട് ഈ പ്രാർത്ഥന ഒരു പേപ്പറിൽ എഴുതി അത് മനഃപ്പാഠമാക്കി ദിവസവും പ്രാർത്ഥിക്കണം. സുഭാഷിതങ്ങളുടെ പുസ്തകം 30-ാമത്തെ അധ്യായത്തിന്റെ 7-8 തിരുവചനങ്ങൾ അതിനകത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: 2 കാര്യങ്ങൾ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, മരണം വരെ അവ എനിക്ക് നിഷേധിക്കരുത്. ഒരാമുഖം പറയുകയാണ്, 2 കാര്യങ്ങൾ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, മരണം വരെ അങ്ങനെക്കത് നിഷേധിക്കരുത്. ഏതൊക്കെയാ 2 കാര്യങ്ങൾ? അസത്യവും കാപട്യവും എന്നിൽ നിന്ന് അകറ്റണമേ. ആദ്യത്തെ ഇന്റൻഷനാണ്, ആദ്യത്തെ നിയോഗമാണ്. അസത്യവും കാപട്യവും എന്നിൽ നിന്ന് അകറ്റണമേ. രണ്ടാമത്തതോ, ദാരിദ്ര്യമോ സമൃദ്ധിയോ എനിക്ക് തരരുതേ. ശ്രദ്ധിക്കണേ വാക്കുകൾ. ദാരിദ്ര്യമോ സമൃദ്ധിയോ എനിക്ക് തരരുത്. ദാരിദ്ര്യം കടന്നു വന്നാൽ ഞാൻ ദൈവത്തെ അവിശ്വസിക്കും. സമൃദ്ധി കടന്നു വന്നാലോ? സമൃദ്ധി കടന്നു വന്നാൽ ഞാൻ ദൈവത്തെ മറക്കും. ദാരിദ്ര്യം കടന്നു വന്നാൽ ഞാൻ ദൈവത്തെ അവിശ്വസിക്കും. സമൃദ്ധി കടന്നു വന്നാൽ ദൈവത്തെ ഞാൻ മറക്കും. എന്നിട്ട് വേണ്ട കാര്യം ഇവിടെ പറയുകയാണ്: ആവശ്യത്തിന് ആഹാരം തന്ന് എന്നെ പോറ്റണമേ. ഇതാണ് ഇന്റൻഷൻ. എനിക്ക് വേണ്ടത്, അത് ഭൗതികമായിക്കൊള്ളട്ടെ ആത്മീയമായിക്കൊള്ളട്ടെ, ആഹാരം എന്നുള്ളത് ആവശ്യത്തിനുള്ളത് മാത്രം കർത്താവേ എനിക്ക് നൽകണേ. എന്റെ ജീവിതത്തിൽ നിന്ന് അസത്യവും കാപട്യവും അങ്ങ് മാറ്റണേ. ദാരിദ്ര്യവും സമൃദ്ധിയും എനിക്ക് തരരുത്. ഞാൻ മറക്കാനും അവിശ്വസിക്കാനും ഇടയാകും. എനിക്ക് ആവശ്യമുള്ളത് മാത്രം അങ്ങ് തരണമേ, ആവശ്യത്തിനുള്ളത് മാത്രം തരണമേ എന്ന് ചോദിക്കുമ്പോൾ സമൃദ്ധമായിട്ട് അവിടെ നിന്ന് നമ്മളെ അനുഗ്രഹിക്കും.